നമസ്കാരം. അടിയൊഴുക്കുകൾ കോട്ട കെട്ടി അടച്ച് നിലമ്പൂരിൽ UDF-ന് വമ്പൻ വിജയം. 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ജയിച്ചത്. LDF-നെ സംബന്ധിച്ച് അവരുടെ സ്റ്റാർ കാൻഡിഡേറ്റിനെ M സ്വരാജിനെ ഇറക്കിയിട്ടും അവരെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നു. PV അൻവർ ഈ ഇലക്ഷനിൽ നിർണായകമായി 19,760 വോട്ട് നേടിയാണ് PV അൻവർ കരുത്ത് തെളിയിച്ചത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ പോരാട്ടമായി കണ്ട നിലമ്പൂരിലെ ജയം UDF-ന് ആത്മവിശ്വാസം നൽകുന്നതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പിണറായി 3.0 എന്നുള്ളത് അസാധ്യമാണ് എന്ന സിഗ്നൽ നൽകുന്ന തെരഞ്ഞെടുപ്പാണോ നടന്നത്? അതിന്റെ റിസൾട്ട് നൽകുന്ന സൂചന എന്തൊക്കെയാണ്? UDF-ന്റെ വർദ്ധിത ആത്മവിശ്വാസം 2026 എങ്ങനെ പ്രതിഫലിക്കും? എന്തുകൊണ്ടാണ് നിലമ്പൂർ ഇങ്ങനെ വിധിയെഴുതിയത്? വിശദമായ ചർച്ചയിലേക്ക് പോകുമ്പോൾ CPI-നെ പ്രതിനിധീകരിച്ച ശ്രീ ജേക്സി തോമസ്, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച ശ്രീ ജ്യോതികുമാർ ചാമക്കാല, മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച ശ്രീ ഷിബു മീരാൻ, BJP പ്രതിനിധീകരിച്ച ശ്രീ PR ശിവശങ്കർ, ഈ തൃണമൂൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച ശ്രീ ഹംസ പറക്കാട്ട് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ജേക്സി തോമസ്, സിറ്റിംഗ് സീറ്റായിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ തോറ്റു? അതൊരു പുതിയ ചോദ്യമായി ഈ ചർച്ചയിൽ പ്രസക്തജനകമായി ഉന്നയിക്കപ്പെടേണ്ടതുണ്ടോ എന്നൊരു സംശയം ആദ്യമേ തന്നെയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു, തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പ്രഖ്യാപനാനന്തരം ഈ പരാജയത്തോട് പ്രതികരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി, അതിനുശേഷം CPI-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇവരാകെ നടത്തിയ താരതമ്യേന വിശദമായ വാർത്താസമ്മേളനങ്ങളിൽ പ്രതികരണങ്ങളിൽ തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ CPI-ന്റെ ആദ്യ പ്രതികരണമുണ്ട്. പരാജയത്തിലേക്ക് നയിക്കാൻ ഇടയുണ്ടായിട്ടുള്ള പൊതുകാരണങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ വിശകലനങ്ങളെ സംബന്ധിച്ചൊക്കെ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പുതിയ കാര്യവും സ്വാഭാവികമായി ഞാൻ ഈ ചർച്ചയിൽ പുതുതായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറച്ച കോട്ട അല്ലെങ്കിൽ ഒരു ഉറച്ച മണ്ഡലം എന്ന പ്രതീതിയുള്ള ഒരു സ്ഥലമേ ആയിരുന്നില്ല നിലമ്പൂർ. പലർക്കും അറിയാമെന്നുള്ള സ്വതന്ത്ര പിന്തുണയോടുകൂടെ ഉറച്ച മണ്ഡലമല്ല എന്ന് പറയുമ്പോൾ മലപ്പുറത്തെ മറ്റ് പല മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടായിരുന്ന മണ്ഡലമാണ് നിലമ്പൂർ എന്ന് മാത്രമല്ല 81,227 വോട്ട് 81,227 വോട്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി സമാഹരിച്ച മണ്ഡലമാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ. അവിടെ നിന്ന് 14,567 വോട്ട് കുറഞ്ഞ് 66,660 CPM-ന് കേരളത്തിൽ തന്നെ നിർത്താൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളിൽ ഒരാളായ M സ്വരാജ് ഫിനിഷ് ചെയ്തത് എന്നുള്ളത് അത് നിങ്ങൾ ഇഴകീറി പരിശോധിക്കേണ്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്ക് സർക്കാരിനോടും നിങ്ങളുടെ പാർട്ടിയോടും ഒക്കെയുള്ള വിപ്രതിപത്തി പ്രതിഫലിക്കുന്നതാണോ എന്ന ഒരു അനാലിസിസിലേക്കാണ് നമ്മൾ പോകേണ്ടത്. തീർച്ചയായിട്ടും ചർച്ചയുടെ ഒരു തുടർച്ചയിൽ അത്തരം സമഗ്രമായ വിശകലനങ്ങളിലേക്ക് നിർബന്ധമായി നമുക്ക് പോകേണ്ടതായി വരുമല്ലോ. അപ്പോൾ പോവുക തന്നെ ചെയ്യാം. എനിക്ക് അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പിന്നെ അങ്ങ് ഇവിടെ സൂചിപ്പിച്ച കാര്യം ഭാഗികമായി ശരിയാണ്. സംസ്ഥാനത്തെ CPI-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചുറുചുറുക്കുള്ള ഊർജ്ജസ്വലനായ സ്ഥാനാർത്ഥിയാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പരാജയത്തിൽ ഒരു പരാജയത്തിൻ്റെ സ്വാധീനം അംഗീകരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ മറ്റേത് ജനപതിയും എന്നതുപോലെ തന്നെ ഈ ജനപതിയും അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യും, തർക്കമേതുമില്ല. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടേണ്ടതുണ്ടോ, തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടോ? പാഠം ഉൾക്കൊണ്ടേണ്ടതും തിരുത്തലുകൾ വരുത്തേണ്ടതുമുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർട്ടി എന്ന നിലയിൽ CPI പ്രവേശിക്കുകയും ചെയ്യും. പക്ഷേ ഈ ഒരു താൽക്കാലിക തെരഞ്ഞെടുപ്പ് വിജയത്തെ മുൻനിർത്തി സംസ്ഥാന സർക്കാരിൻ്റെ അവങ്കുരമുള്ള വികസന യാത്രകളുടെ ഭാഗമായ തുടർഭരണം അതിനി അപ്രസക്തമായിരിക്കുന്നു, അപ്രായോഗികമായിരിക്കുന്നു, അല്ലെങ്കിൽ ജനവിരുദ്ധതയുടെ ഒരു ഉദാഹരണമായി അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധതയുടെ ആകെയുള്ള കേരളീയ പ്രതീകമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വിലയിരുത്തണം എന്ന് UDF മറ്റാളുകൾ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അതിനോട് ഞങ്ങൾക്ക് കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിനോടകം തെരഞ്ഞെടുപ്പ് സംബന്ധമായ പ്രതികരണങ്ങൾ ആരാഞ്ഞ മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ ഇതിനോടകം വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതുമാണ്. അത് കഴിഞ്ഞ 9 വർഷക്കാലം നിലമ്പൂരും കേരളവും നടന്നു തീർത്ത മാറ്റങ്ങളുടെ എത്ര പ്രതീകങ്ങളുണ്ട്. ഞാനിപ്പോൾ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അല്ല, നമുക്ക് ആ വിഷയത്തിൽ തന്നെ ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ, ജയിക്ക്, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് MV ഗോവിന്ദൻ മാസ്റ്ററോട് ഞാൻ അഭിമുഖം നടത്തുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം ഈ തെരഞ്ഞെടുപ്പിനെ ഒരു ജനഹിത പരിശോധനയായി, പിണറായി സർക്കാരിന്റെ ജനഹിത പരിശോധനയായി കാണാൻ തയ്യാറുണ്ടോ എന്നുള്ളതായിരുന്നു. അദ്ദേഹം ഉണ്ട്, ഇതൊരു ജനഹിത പരിശോധനയായി എടുത്തോളൂ എന്നാണ് പറഞ്ഞത്. ഒന്ന്. രണ്ട്, മുഖ്യമന്ത്രിയുടെ പ്രസംഗം അവിടെ വിവിധ വേദികളിൽ കേട്ടിരുന്നു ഞാൻ. അപ്പോൾ മുഖ്യമന്ത്രിയായിരുന്നല്ലോ സ്റ്റാർ ക്യാമ്പയിനർ. അദ്ദേഹം പെൻഷൻ തൊട്ട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ സർക്കാർ സ്വീകരിച്ച ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ് ഒരു 3/4 മണിക്കൂർ പ്രസംഗിച്ചത്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് രാഷ്ട്രീയമായ കാര്യങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയുള്ള വിഷയങ്ങൾ ഉന്നയിക്കുകയും ഭൂരിഭാഗം സമയവും എൻ്റെ സർക്കാർ ജനങ്ങൾക്ക് എന്ത് ഡെലിവർ ചെയ്തു എന്ന് വിശദീകരിക്കാനാണ് വിനിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ സർക്കാരിൻ്റെ നേട്ടം ജനഹിത പരിശോധനയിലേക്ക് പോയപ്പോൾ
ജനങ്ങൾ നെഗറ്റീവ് മാർക്ക് കൊടുത്തോ എന്ന ചോദ്യം അവിടെ സങ്കടമാണ്. തീർച്ചയായിട്ടും അത്തരം ചോദ്യങ്ങളോട് സുചിന്തിതമായി സുവ്യക്തമായി തന്നെ സംശയങ്ങൾക്ക് ഇടമില്ലാത്ത വണ്ണം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരാകെ പ്രതികരിച്ചിരുന്നു. ഉപതെരഞ്ഞെടുപ്പുകളുടെ സമീപകാല ചരിത്രം ഏതെടുത്ത് പരിശോധിച്ചാലും 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അനന്തരമുള്ള വട്ടിയൂർക്കാവ്, കോന്നി, അരൂര് എന്നിങ്ങനെയുള്ള ഉപതെരഞ്ഞെടുപ്പ്, പാല എന്നിങ്ങനെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളായാലും 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അനന്തരം പുതുപ്പള്ളി, പാലക്കാട്, വയനാട്, അതോടൊപ്പം ഇപ്പോൾ വന്നിട്ടുള്ള ഈ നിലമ്പൂർ ഉൾപ്പെടെയുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ ഏതെടുത്ത് പരിശോധിച്ചാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവേദനക്ഷമതയോടുകൂടെ പ്രചരിപ്പിക്കാൻ ആഗ്രഹിച്ചത് അത്രയും കഴിഞ്ഞ സുദീർഘമായ കാലയളവിൽ ഗവൺമെന്റിന്റെ നേട്ടങ്ങളെ സംബന്ധിച്ചാണ്. സർക്കാർ 5 അല്ലെങ്കിൽ 9 വർഷക്കാലം നടപ്പിലാക്കി തീർത്ത മാറ്റങ്ങൾ, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അത് കേരളത്തിന്റെ പ്രത്യേകമായ രാഷ്ട്രീയ പരിസരത്തിൽ എങ്ങനെ അത്ഭുതാവഹമായ മുന്നേറ്റമായി മാറ്റി തീർത്തപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ കാലാവസ്ഥയിൽ എന്തുകൊണ്ട് കേരളം ഗംഭീരമായ മുന്നേറ്റങ്ങളുടെ ഒരു ട്രാക്ക് റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നു, ഇതിനെ വിശദീകരിക്കാൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആവട്ടെ അതിൻ്റെ ഒരു ക്ലാസിക്കൽ ഉദാഹരണമായി കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ നിലനിർത്തുകയും ചെയ്യും. കേരളത്തിലെ രാഷ്ട്രീയ കരുത്തോടുകൂടെ എങ്ങനെ കഴിഞ്ഞ ഭരണത്തിന്റെ നേട്ടങ്ങളെ സംബന്ധിച്ചും ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിവെക്കുന്ന പ്രചരണോപാധികളെ സംബന്ധിച്ചും തികഞ്ഞ രാഷ്ട്രീയ അന്തസ്സോടുകൂടെ ഞങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് നിലമ്പൂരിലേത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം ജനങ്ങൾ അത്തരം പ്രചരണങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായി, അതോ UDF ഉയർത്തിയ തെറ്റായ പ്രചരണങ്ങളിൽ ചിലരെങ്കിലും വശംവദരായിട്ടുണ്ടോ, ഈ കാര്യങ്ങൾ ആകെ പരിശോധിക്കും. ഒരു ജനവിധിയെയും ഏകപക്ഷീയമായ മനസ്സോടുകൂടെ ഞങ്ങളാരും തള്ളിക്കളയുന്നില്ല. ഏതു ജനവിധിയിൽ നിന്നും സ്വീകരിക്കാൻ കഴിയുന്ന പാഠങ്ങൾ സ്വീകരിക്കുകയും തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിഷലുപ്തമായ പ്രചരണങ്ങളും ജനങ്ങൾ വീണുപോയിട്ടുണ്ടെങ്കിൽ അവരെ അതിൽ നിന്നും തിരികെ മടക്കിക്കൊണ്ടുവരുവാനുമുള്ള നിതാന്തമായ സമരങ്ങളിൽ ഞങ്ങൾ ഏർപ്പെടുകയും ചെയ്യും. ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, താങ്കൾ അവിടെ തെരഞ്ഞെടുപ്പ് മാനേജ് ചെയ്ത നേതാക്കളിൽ വാർ റൂമിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചുമതലക്കാരനാണ്. UDF ആഗ്രഹിച്ചതും വിചാരിച്ചതുമായ വോട്ടും മാർജിനും കിട്ടിയോ? ഇത് LDFന്റെ സിറ്റിംഗ് സീറ്റാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവസാനം നടന്ന 2 തെരഞ്ഞെടുപ്പുകൾ, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ ലോക്സഭയിലേക്ക് വയനാട് പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഭാഗമായിട്ടുള്ള ഈ മണ്ഡലത്തിൽ നിന്ന് 1 ലക്ഷത്തിനടുത്ത് വോട്ടാണ് കൈപ്പത്തൽ ചിഹ്നത്തിൽ പോൾ ചെയ്തിട്ടുള്ളത് എന്ന് മാത്രമല്ല ഭൂരിപക്ഷം 50,000-ന് മുകളിലായിരുന്നു. ഇത്തവണ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 790 വോട്ട് കുറഞ്ഞ് 77,737 വോട്ടിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചതും ഉദ്ദേശിച്ചതുമായ മുഴുവൻ വോട്ടുകളും കിട്ടിയോ? എന്തായാലും താങ്കളുടെ ശ്രമം കൊള്ളാം. തുടക്കത്തിലെ തന്നെ ശ്രീ MV ഗോവിന്ദൻ താങ്കളുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുകയും താങ്കൾ അത് ഒന്നുകൂടെ അരക്കിട്ടുറപ്പിക്കുകയും ചെയ്തതിനു ശേഷം അദ്ദേഹത്തെ വെള്ളപൂശാൻ താങ്കൾ ശ്രമിച്ചതൊക്കെ ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. പാർലമെന്റിൽ ഞങ്ങൾക്ക് ലഭിച്ച വോട്ട് ആയിക്കോട്ടെ, താങ്കൾ അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ആ ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത് അതിനൊരു താങ്കളുടെ തർക്കം വേണ്ടല്ലോ. അല്ല ആയിക്കോട്ടെ, അത് നമ്മൾ തമ്മിൽ പേഴ്സണലായിട്ട് എന്തായാലും അതിനൊന്നൊരു പ്രസക്തി ഉണ്ടായിരുന്നില്ലെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടല്ലോ. നമ്മൾ തമ്മിൽ തർക്കത്തിൻ്റെ പ്രശ്നമില്ല, നമ്മൾ തമ്മിലൊരു ഈഗോ ക്ലാഷിൻ്റെ പ്രശ്നവുമില്ല. MV ഗോവിന്ദൻ പരസ്യമായി പറഞ്ഞ എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. താങ്കൾ ആവർത്തിച്ച് ചോദിച്ചത് നമ്മൾ കേട്ടു. അദ്ദേഹം വീണ്ടും അതിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സംസാരിച്ചത് നമ്മൾ കേട്ടു. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പോകുന്നുള്ളത്. ഇപ്പോൾ താങ്കൾ ചോദിക്കുന്നത് പാർലമെന്റ് ഇലക്ഷനിൽ നിങ്ങൾക്ക് 1 ലക്ഷത്തിൽ അടുപ്പിച്ച് വോട്ടില്ലായിരുന്നോ, പിന്നെ ഇപ്പോൾ എന്താ കുറഞ്ഞു പോയെന്നാണ്. എത്ര ബാലിശമായ ചോദ്യമാണെന്ന് താങ്കൾക്ക് തന്നെ അറിയാവുന്നതാണല്ലോ. ഇവിടെ അങ്ങനെയാണെങ്കിൽ വലിയ ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നേ. എന്താ നിങ്ങൾ അതിനെ ചെറുതായി കാണുന്നത്? ഇപ്പോൾ പല തെരഞ്ഞെടുപ്പുകളെ കുറിച്ചും പറഞ്ഞല്ലോ. ഇവിടെ തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് നടന്നു, പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് നടന്നു, പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നു. അപ്പോൾ അവിടെയൊക്കെ എന്താ പറഞ്ഞത്, സിറ്റിംഗ് സീറ്റുകൾ അതാത് പാർട്ടികൾ നിലനിർത്തി, അതിനപ്പുറത്തേക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നല്ലോ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ അവകാശവാദം. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു സീറ്റ് ഞങ്ങൾ പിടിച്ചെടുത്തപ്പോൾ എന്തേ അവരതിനെക്കുറിച്ച് പറയുന്നില്ല? ഇതൊന്നും എന്താ പറഞ്ഞ വാചകം ഞാൻ അതുപോലെ പറയാം. താൽക്കാലിക തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ സംസ്ഥാനത്തിൻ്റെ പൊതുരാഷ്ട്രീയത്തെക്കുറിച്ച് വിലയിരുത്തേണ്ടതില്ല എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞത്. നോക്കൂ, 2019 ശ്രീ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ വോട്ട് 2021 നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടില്ലേ? അപ്പോൾ 2021 പരാജയപ്പെടുമ്പോഴും 2024 വീണ്ടും അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം ലഭിച്ചില്ലേ? ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ചില്ലേ? അപ്പോൾ പാർലമെന്റിലേക്ക് നടക്കുന്നതും അസംബ്ലിയിലേക്ക് നടക്കുന്നതും വ്യത്യസ്തമായ സാഹചര്യത്തിലുള്ള തെരഞ്ഞെടുപ്പാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇതെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇനി താങ്കൾ പറഞ്ഞു, ഇവിടെ നമുക്കറിയാം ഈ കോൺസ്റ്റിറ്റ്യുവൻസിയെ സംബന്ധിച്ച് 2011 ഡീലിമിറ്റേഷൻ വന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് മുതൽ 2011 അസംബ്ലി തെരഞ്ഞെടുപ്പും 2016 അസംബ്ലി തെരഞ്ഞെടുപ്പും 2021 അസംബ്ലി തെരഞ്ഞെടുപ്പും
ഈ 3 തെരഞ്ഞെടുപ്പിലും വന്നിട്ടുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് 6000-നും 7000-നും ഇടയ്ക്കാണ് ശ്രീ ആര്യാടൻ മുഹമ്മദിന് 2011 ലഭിച്ചത്. എന്നാൽ 2016-ലും 2021-ലും LDFിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു. LDFിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2016-ൽ അദ്ദേഹത്തിന് ആര്യാടൻ മുഹമ്മദ് ജയിക്കുമ്പോഴും LDFിന് അവിടെ 44.5% വോട്ടുണ്ട്. ആര്യാടൻ മുഹമ്മദ് ജയിക്കുന്ന സമയത്ത് 2011-ൽ LDFിന് 44.5% വോട്ട് അവിടെ ഉണ്ട്. 2016 തെരഞ്ഞെടുപ്പിൽ PV അൻവർ അവിടെ LDFിൻ്റെ സ്വന്തം സ്ഥാനാർത്ഥിയെ ജയിക്കുമ്പോൾ അവർക്ക് 47% വോട്ടാണ് ലഭിച്ചത്, 47.91. 2021-ൽ അത് 46.9 ആ സ്ഥാനത്ത് നിന്ന് ഏറ്റവും കുറഞ്ഞത്, ഞാൻ പറഞ്ഞത് ഡീലിമിറ്റേഷന് ശേഷം CPMന് ഇടതുപക്ഷത്തിന് ലഭിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 44.5%. അവിടെ നിന്ന് ഇപ്പോൾ 2025-ലെ ഉപതെരഞ്ഞെടുപ്പിൽ അവർ 38.16% കൂപ്പുകുത്തിയെങ്കിൽ 38.16% കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 9% വോട്ട് ഷെയർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചൊരു സെറ്റ് ബാക്ക് അല്ലേ? സ്വാഭാവികമായും ആണ് എന്ന് വിശ്വസിക്കുന്നവരാണ് രാഷ്ട്രീയം വിലയിരുത്തുന്ന ഓരോരുത്തരും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടായിട്ടില്ല. സ്വാഭാവികമായി ഒരു മൂന്നാമത്തെ ശക്തി എന്ന നിലയിൽ ശ്രീ PV അൻവറോടൊന്ന് മത്സരിക്കുമ്പോൾ അദ്ദേഹം ഏകദേശം 20,000 വോട്ട് പിടിക്കുമ്പോൾ 11%-ലധികം വോട്ട് അദ്ദേഹം പിടിക്കുമ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന വോട്ട് ഷെയറിൽ നിന്ന് ഞങ്ങൾക്ക് വലിയ വ്യത്യാസം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾക്ക് 770 വോട്ടിൻ്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. 1% താഴെയാണ് ഞങ്ങളുടെ വ്യത്യാസം. 0.8% BJPക്ക് ഉണ്ട് 0.01% കുറവ്. അപ്പോൾ ഇടതുപക്ഷത്തിന് 9% കുറവാണ് അവിടെ വന്നിട്ടുള്ളത്. ആ രീതിയിൽ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിലയിരുത്തലുണ്ടാകുമ്പോൾ ഞങ്ങൾ മത്സരിച്ചത് ഒരേ സമയം ഇടതുപക്ഷത്തിനെതിരെ സർക്കാരിനെതിരെയും അതേസമയം തന്നെ സർക്കാരിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞുകൊണ്ട് പിണറായിസം ഇല്ലാതാക്കാൻ വന്നു എന്ന് പറയുന്ന 9 വർഷമായി ഈ നിയോജകമണ്ഡലത്തിലെ MLA ആയിരിക്കുന്ന 9 വർഷം MLA ആയിരുന്ന ഒരു വ്യക്തിയും അദ്ദേഹം സ്വന്തമായി മത്സരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ മത്സരിച്ചത്. അങ്ങനെ മത്സരിക്കുമ്പോൾ ഞങ്ങൾ ഏകദേശം 12,000 വോട്ടിന് ജയിക്കുമ്പോൾ അത് വിജയത്തിന് പ്രഭ കുറവുണ്ടോ എന്ന് താങ്കൾ ചോദിച്ചാൽ ഒട്ടും കുറവില്ല എന്ന് പറയാനാണ് എനിക്കിഷ്ടം. പൊതുസമൂഹത്തിനും അങ്ങനെ ബോധ്യപ്പെടാനാണ് ഇഷ്ടം. കാരണം ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്താണ്? LDFിന് 35%, ഞങ്ങൾ LDFിനേക്കാൾ 12,000-ഓളം വോട്ട് കൂടുതൽ മേടിച്ചുകൊണ്ട് ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിലൊക്കെ താങ്കളോട് തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഇൻ്റർവ്യൂവിൽ തന്നെ വി ഗോവിന്ദൻ പറഞ്ഞല്ലോ ഇത് ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആണ് എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ നിങ്ങൾ വർഗീയ കക്ഷിയെ പിടിച്ചു, അവരെ പിടിച്ചു, ഇവരെ പിടിച്ചു എന്നൊക്കെ പറയുന്നതിന് എന്താ അർത്ഥം? ഇവിടെ അവരോടൊപ്പം നിന്നാൽ അവരെല്ലാം ജനാധിപത്യ വിശ്വാസികളും മതേതര കക്ഷികളുമാകും. ഇടതുപക്ഷത്തിൽ നിന്ന് വിട്ട് UDFിൻ്റെ ഭാഗമായാൽ അവരെ അപ്പോഴേ വർഗീയ കക്ഷികളാകും. അപ്പോഴേ അതിൻ്റെ ചാപ്പ കുത്തുന്ന AK സെൻറ്ററിലല്ലോ, ആ ചാപ്പ കുത്തേണ്ട ജനങ്ങളല്ലേ? അവർ ഏതു തരം കക്ഷിയിൽപ്പെട്ടവരാണെന്ന് തീരുമാനിക്കേണ്ട ജനങ്ങളല്ലേ? ആ ജനങ്ങൾ തീരുമാനിക്കുകയല്ലേ ഇപ്പോൾ ഓരോ കാര്യത്തെ സംബന്ധിച്ചും? ആ ജനങ്ങളുടെ വിധിയെഴുത്ത് മനസ്സിലായിട്ടും നോക്കൂ, സ്ഥാനാർത്ഥി ആരായിരുന്നു? സ്ഥാനാർത്ഥി CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഏറ്റവും ചെറുപ്പക്കാരിൽ ഒരാൾ അല്ലേ? അപ്പോൾ അത്രയും CPM നേരിട്ട് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറെ പോലും മത്സരിപ്പിച്ചിട്ടും ഇവിടെ പരാജയപ്പെടുന്നെങ്കിൽ സ്വരാജ് കണ്ടോ ഞങ്ങളുടെ സ്ഥാനാർത്ഥി. ഈ രാജ്യത്തുള്ള മുഴുവൻ എല്ലാവരെയൊന്നും ഞാൻ ചേർത്ത് പറയുന്നില്ല, സാംസ്കാരിക പ്രവർത്തകരും പറഞ്ഞു ഞങ്ങൾക്ക് നിലമ്പൂരിൽ വോട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങ് മറിച്ചേനെന്ന്. നിലമ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങൾ വോട്ട് ചെയ്ത് കാണിച്ചില്ലേ ആരോടൊപ്പമാണെന്ന്? അപ്പോഴെങ്കിലും ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ കുഴലൂത്തുകാരായി നിൽക്കുന്ന ഈ സാംസ്കാരിക നായകന്മാർ, ഞാൻ അത്രയും മാത്രമേ പറയുന്നുള്ളൂ, അവരെ സംബന്ധിച്ച് ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കാൻ ചോദിച്ചിട്ട് കാര്യമില്ല, കാരണം അവർക്കതില്ല. അപ്പോൾ അത്തരത്തിൽ ഏതൊക്കെ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കാമോ അതെല്ലാം ശ്രമിച്ചില്ലേ? ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥിയായ VV പ്രകാശിൻ്റെ വീടുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ LDFും ചേർന്ന് എന്തെല്ലാം കോലാഹലങ്ങളാണ് ഉണ്ടാക്കിയത്. പാണക്കാട് തങ്ങൾ ഹജ്ജിന് പോയതിനെ സംബന്ധിച്ച് പോലും എന്തെല്ലാം തരത്തിലുള്ള വിമർശനവും എന്തെല്ലാം തരത്തിലുള്ള രാഷ്ട്രീയ ആക്ഷേപങ്ങളുമാണ് പറഞ്ഞ് നടത്തിയത്. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് UDF ഒറ്റക്കെട്ടായി മത്സരിച്ച് ഇത്തരത്തിലൊരു മിന്നുന്ന വിജയം നേടിയിട്ടുണ്ടെങ്കിൽ അത് ഇന്നത്തെ സന്ധ്യ ഈ റിസൾട്ട് വന്നതിന് ശേഷം കേരളത്തിലെ UDFിനെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, UDFിനെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ UDFിനോട് എന്തെങ്കിലും താല്പര്യമുള്ള അവർക്കെല്ലാവർക്കും സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇടതുപക്ഷത്തിന്റെ പരാജയത്തെ സംബന്ധിച്ച് അത് അവരാണ് വിലയിരുത്തേണ്ടത്. ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നല്ല നമസ്കാരം. നല്ല നമസ്കാരം. മികച്ച രാഷ്ട്രീയ വിജയമാണ് എന്നുള്ള കാര്യത്തിൽ എതിരഭിപ്രായമില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ നേടിയിട്ടുള്ള മികച്ച രാഷ്ട്രീയ വിജയമാണ് UDF അവിടെ നേടിയിട്ടുള്ളത്. ശ്രീ ഹംസ പറക്കാട്ട് 19,760 വോട്ടുകളാണ് അൻവർ സമാഹരിച്ചത്. 75,000 വോട്ട് നേടി ഞാൻ ജയിക്കും, നിലമ്പൂരിൽ നിന്ന് കാൽനടയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവും. ആദ്യം പറഞ്ഞു 2ാം സ്ഥാനത്ത് ഷൗക്കത്ത് വരുമെന്ന്, ഇന്നലെ പറഞ്ഞു സ്വരാജ് വരുമെന്ന്. 1ാം സ്ഥാനത്തെക്കുറിച്ച് ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് ഇലക്ഷന് മുമ്പുള്ള കാര്യമല്ല കേട്ടോ, ഇലക്ഷൻ കഴിഞ്ഞുള്ള കാര്യമാണ്. അപ്പോൾ അത്രയും വലിയ ആത്മവിശ്വാസം നിങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷേ 19,760 വോട്ടാണ് സമാഹരിക്കാൻ കഴിയുന്നത്. അതൊട്ടും കുറഞ്ഞ വോട്ടായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം 2 പ്രബല മുന്നണികൾ മത്സരിക്കുന്നു.
തന്നെ നിന്ന് ഇത്രയും വോട്ട് സമാഹരിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ കണക്കൂട്ടലുകൾക്ക് അനുസൃതമായി വോട്ട് കിട്ടിയെന്ന് തോന്നുന്നുമില്ല. എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ട്, നിങ്ങൾ പിടിച്ചത് LDFന്റെ വോട്ടാണോ UDFന്റെ വോട്ടാണോ? എന്താണ് അനാലിസിസ്? ഭരണവിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ആവുകയാണോ ഉണ്ടായത്, അതോ LDFന് കിട്ടേണ്ട വോട്ടുകൾ നിങ്ങൾക്ക് വന്നോ? അഭിലാഷ്, ആദ്യം മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ പാർട്ടി സംവിധാനം കേരളത്തിൽ രൂപപ്പെട്ടിട്ട് 4-5 മാസമാവുന്നുള്ളൂ. ഞങ്ങൾക്ക് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ വ്യവസ്ഥാപിതമായ ഒരു കമ്മിറ്റി നിലവിലുണ്ടായിരുന്നില്ല. നിയോജകമണ്ഡലത്തിലൊരു കൺവീനറും ഒരു ചെയർമാനും പഞ്ചായത്ത് തലങ്ങളിലൊരു കോർഡിനേറ്ററും മാത്രമേ നിലവിലുണ്ടായിരുന്നുള്ളൂ. 263 ബൂത്തിലും ബൂത്ത് തലത്തിലൊരു സംവിധാനം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ അവിടെ മത്സരിക്കാൻ ഒരു ഘട്ടത്തിലും ആഗ്രഹിച്ചതല്ല. UDF സംവിധാനത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് PV അൻവർ UDF നേതൃത്വത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് അവിടെ പിന്തുണ കൊടുത്ത് മത്സരിക്കണം, UDF തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണമെന്ന് തീരുമാനിച്ച മുന്നോട്ട് പോയത്. UDFുമായുണ്ടായ പെട്ടെന്നുണ്ടായ പ്രയാസത്തിൻ്റെ പുറത്താണ് PV അൻവർ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നത്. അതുകൊണ്ട് തന്നെ താഴേക്കടയിൽ ഗ്രാസ് റൂട്ടിൽ ഞങ്ങളുടെ പാർട്ടി സംവിധാനം അത്ര ശക്തമായിരുന്നില്ല. എന്നിട്ടും PV അൻവർ ഉന്നയിച്ച വിഷയമാണ് ഇന്ന് കേരള സമൂഹം ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ PV അൻവറിന് അനുകൂലമായി 20,000-ഓളം വോട്ട് നിലമ്പൂരിലെ ജനങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനത്ത് ഒന്നടങ്കം PV അൻവർ ഉന്നയിച്ച ഈ വിഷയം നിലനിൽക്കുന്നു എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം PV അൻവർ എന്ത് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാജിവെച്ച് അവിടെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് അവസരമുണ്ടാക്കിയത്? ആ വിഷയം തന്നെയാണ് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ എല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ PV അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ LDF ഗവൺമെൻറ്റിൽ നിന്നാണ് 90% വോട്ടും LDF ഭാഗത്ത് നിന്നാണ് 90% വോട്ടും ലഭിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വ്യക്തിപരമായി UDFിലും മറ്റുള്ള ആളുകളിലുമുള്ള ബന്ധത്തിൻ്റെ പുറത്തൊരു 10% വോട്ട് PV അൻവറിന് UDFിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ടാവും. 90% വോട്ടും PV അൻവർ പിടിച്ചത് LDFിൽ നിന്ന് തന്നെയാണെന്ന് അവിടുത്തെ വോട്ട് നില പരിശോധിച്ചാൽ തന്നെ പറയും. LDFിന് കഴിഞ്ഞ തവണത്തേക്കാൾ 10,000 ചില വോട്ടിൻ്റെ കുറവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വോട്ട് നില പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും PV അൻവർ പിടിച്ച വോട്ട് ഇപ്പോ LDFന് 60,000 ചില്ലറ വോട്ടാണ് 2016 ഉണ്ടായിരുന്നത്. 2011 ഉണ്ടായിരുന്നത്. 2016 അൻവർ ജയിക്കുമ്പോഴും 2021 അൻവർ ജയിക്കുമ്പോഴും ആ വോട്ടിൽ വലിയ വർധന ഉണ്ടാക്കിയിട്ടുണ്ട്. 77,000-ലേക്ക് 81,000-ലേക്ക് ഒക്കെ വർധന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അൻവർ അഡീഷണൽ ആയിട്ട് പിടിച്ച വോട്ട് അൻവറിന്റെ കയ്യിൽ തന്നെ ഇപ്പോൾ ഭദ്രമായിട്ടുണ്ട്. ബാക്കിയുള്ള വോട്ട് LDFന്റെ വോട്ടായിരുന്നു, അത് അവരുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെയാണോ? അല്ലല്ല, അൻവർ LDFിൻ്റെ കൂടെ നിന്നാണല്ലോ ജയിച്ചത്. അപ്പോൾ അൻവർ ഉയർത്തിയ വിഷയത്തിൽ LDFിൻ്റെ ഭാഗത്ത് നിന്നാണ് നല്ല സപ്പോർട്ട് ലഭിച്ചത്. CPMൻ്റെ അണികളിൽ നിന്നാണ് അൻവറിന് സപ്പോർട്ട് ലഭിച്ചത്. ഇന്നും ഈ റിസൾട്ട് വന്നതിന് ശേഷം CPMൻ്റെ പ്രമുഖരായ നേതാക്കന്മാർ അൻവറിനെ ബന്ധപ്പെട്ടുകൊണ്ട് പറയണം, അൻവർ നിങ്ങൾ പറഞ്ഞതാണ് ശരി, അത് കാലം തെളിയിക്കും, ഇനിയും അതിനൊരു അവസരമുണ്ട് എന്ന് PV അൻവറിനോട് CPMൻ്റെ ആളുകളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അൻവർ പറഞ്ഞതാണ് ശരിയെന്ന്. അതുകൊണ്ട് തന്നെ LDFിൻ്റെ ഭാഗത്ത് നിന്നാണ് അൻവറിന് നല്ല വോട്ട് ലഭിച്ചിരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UDF നേതൃത്വവും മറ്റു ആളുകൾ മനസ്സിലാക്കേണ്ടത്, നമുക്കെല്ലാം ഈ UDF നേതൃത്വം PV അൻവറും ഒന്നിച്ച് നിൽക്കുമായിരുന്നെങ്കിൽ ഒരു 40,000 വോട്ടിന് അവിടെ ജയിക്കുമായിരുന്നു. കാരണം PV അൻവർ UDFിൻ്റെ ഭാഗമാകുമ്പോൾ ഒന്നും കൂടി വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അത് UDF നേതൃത്വം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ 2026 വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു UDF തിരിച്ചു വരുന്നു എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുകയും അതുവഴി ഒരു UDF ഗവൺമെൻറ് തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. ഒരു സ്റ്റെപ്പ് UDF നേതൃത്വവും താഴെ ഇറങ്ങിയാൽ 10 സ്റ്റെപ്പ് ഓടിക്കയറാവുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളതെന്നാണ് എനിക്ക് ഇതിനോട് ചേർത്ത് പറയാവുന്ന ഒരു. ശരി, അതിപ്പോ ഭാവിയിലേക്ക് കൂടി ഒരു സൂചന ഇട്ടുകൊണ്ടാണ് അത് പറയുന്നത്. ഓക്കെ, ശ്രീ PR ശിവശങ്കർ, 8,648 വോട്ട്, വിദൂരമായ 4ാം സ്ഥാനം. ഇതാണ് BJPയുടെ വിഹിതം. കഴിഞ്ഞ തവണത്തേക്കാൾ 53 വോട്ടാണ് ഇത്തവണ കൂടിയിരിക്കുന്നത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K സുരേന്ദ്രന് താമര ചിഹ്നത്തിൽ തന്നെ 17,000 വോട്ട് കിട്ടിയ അസംബ്ലി സെഗ്മെന്റ് ആണിത് എന്ന് ഓർക്കണം. മോശം പെർഫോമൻസിന് കാരണം എന്തായിരിക്കും? രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായ ശേഷം നടത്തുന്ന ആദ്യത്തെ വെല്ലുവിളിയാണ്. അതിൽ വളരെ കുറഞ്ഞ വോട്ടേ നിങ്ങൾക്ക് ലഭിച്ചുള്ളൂ. ഞാനേതായാലും ശ്രീ ജ്യോതികുമാർ പറഞ്ഞതുപോലെ താങ്കളുടെ ചോദ്യത്തിലെ അപഹാസ്യതയൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എന്ത് ചോദിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുകയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ എപ്പോഴും സൂക്ഷ്മദർശിനിയിലൂടെ, ഭൂതക്കണ്ണാടിയിലൂടെ മാത്രം നോക്കരുത്. കുറച്ചെല്ലാം അതിനെ ദൂരദർശനിലേയും കൂടി നോക്കുവാൻ തയ്യാറാകണം. ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പും
കേരള രാഷ്ട്രീയത്തിലെ ഒരു ദിശാസൂചികയാണ്. ഒരു മാറ്റമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ രാഷ്ട്രീയത്തിൽ, ഈ തിരഞ്ഞെടുപ്പിൽ, ഈ ഉപതെരഞ്ഞെടുപ്പിൽ വർഷങ്ങളായി കേരളത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇരു മുന്നണികളും മുന്നോട്ട് വയ്ക്കുന്ന വർഗീയ വിഷത്തിൻ്റെ വിഷം കേരള ജനതയെയും അതിനെ പിന്തുണച്ചുകൊണ്ട് കുറേ മാധ്യമങ്ങളും ജനങ്ങളെ ഉന്മാദാവസ്ഥയിലാക്കിയിട്ട് അവർക്ക് ചില നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ജ്യോതികുമാർ പറയുന്നത് പോലെ 0.1% കുറവാണെന്നോ 2% കുറവാണെന്നോ അത് നേരത്തെ ശ്രീ അഭിലാഷ് ചോദിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് 1 ലക്ഷം വോട്ട് കിട്ടിയ UDF എന്തുകൊണ്ട് കുറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ആ കുറവല്ല ചോദിക്കേണ്ടത് എന്നുമല്ല ഉത്തരം. ഈ ഉത്തരം കേരള ജനതയെ ഇരു മുന്നണികളും എങ്ങനെയാണ് കൊടിയ വർഗീയ വിഷത്തിൻ്റെ അടിമകളാക്കി ജനങ്ങളെ ഉന്മാദാവസ്ഥയിലാക്കിയത് എന്നാണ് അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ അടുത്ത കാലം മുതൽ ചിന്തിക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയം ഇന്നിപ്പോൾ നോക്കൂ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയത്തിൽ അവസാനം കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉച്ചയ്ക്കൊക്കെ പറഞ്ഞു കേട്ടത് മതേതര കേരളത്തിൻ്റെ വിജയമാണ് ഇത് എന്നുവരെ ഇതിനെ പറഞ്ഞൊപ്പിക്കുന്നു. ഇത് LDFിൻ്റെ നേതാക്കളും CPMൻ്റെ നേതാക്കളുമെല്ലാം അത് മറ്റൊരു തരത്തിൽ കേരളത്തിൽ ജമായത്തെയുമായി കൂട്ടുചേർന്നുകൊണ്ട് UDF നേരിട്ട വിജയം ഒരിക്കലും ഒരു വിജയമല്ല എന്ന് പറയുവാനും ശ്രമിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നോക്കൂ, PDPയെയും അതുപോലെ തന്നെ സ്വന്തം പാർട്ടിയിൽ മന്ത്രിയായും അതുപോലെ തന്നെ ദീർഘനാളായി കക്ഷിയുമായിരിക്കുന്ന INLയെയും ഇവരും വെള്ളപൂശുകയാണ്. അപ്പോൾ ഇരു മുന്നണികളും നിരന്തരമായി കൊടിയ വർഗീയ വിഷത്തെ കയ്യിലാക്കിക്കൊണ്ട് ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ വികസനത്തെയോ ആ നാടിൻ്റെ വികസനത്തെയോ ജയിക്ക് എത്രയൊക്കെ പറഞ്ഞാലും അവിടെ ജയിക്കുമുണ്ടായിരുന്നു. അവിടെ യാത്ര ചെയ്തപ്പോൾ ഗ്രാമത്തിൽ പ്രത്യേകിച്ച് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ തൊട്ടപ്പുറത്ത് കൂടി ഞാൻ യാത്ര ചെയ്തപ്പോൾ ഞാൻ ശബരിമലയിൽ എത്തിപ്പോയെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. അത്രയേറെ വികസനമാണ് അവിടെ നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ യഥാർത്ഥ വികസനം നിലമ്പൂർ നടക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഇതുവരെ അൻവർ നടത്തിയ കൊടിയ കയ്യേറ്റം അവിടെ നടത്തുന്ന 2 മാസങ്ങൾ കൊണ്ട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി നേതാക്കളും അൻവറിനെ നടത്തിയ ആരോപണങ്ങൾ, അവിടെ കയ്യേറ്റങ്ങൾ, അതെല്ലാം നിർഭാഗ്യവശാൽ കഴിഞ്ഞ തവണ MLA ആയി ഇരിക്കുമ്പോഴാണ് എന്നതും മറക്കുന്നു. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഇത് ഒരു ദിശാസൂചികയാണ്. നിരന്തരമായി സംസ്ഥാനത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ പറ്റില്ല. എന്നെങ്കിലും അവർക്ക് സ്വബോധമുണ്ടാകും. ഒരു സംശയവുമില്ല, സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഇതിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ വികസനത്തിൻ്റെ മാതൃക തന്നെയാണ്. ഞങ്ങളുടെ അടിത്തറ ഭംഗിയായി രക്ഷിച്ചു. സംശയമില്ല, ഞങ്ങൾക്ക് വേണ്ടത്ര വോട്ട് കൂടിയിട്ടില്ല, പക്ഷേ അത് ഉടനെ കൂടും എന്ന് തന്നെയാണ് അടിത്തറ ഭദ്രമാണെന്നുള്ളത്. ഷിബു മീരാൻ, ഞാൻ നിലമ്പൂർ പോയപ്പോൾ ലീഗ് നേതാക്കളുമായി സംസാരിച്ചപ്പോൾ അവരിങ്ങോട്ട് ചോദിച്ചത്, നിങ്ങൾ PK കുഞ്ഞാലിക്കുട്ടി ഇതുപോലെ പണിയെടുത്ത് ഇതുപോലെ വോട്ട് സമാഹരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് സ്വന്തം തെരഞ്ഞെടുപ്പെങ്കിലും കണ്ടിട്ടുണ്ടോ? പാണക്കാട് തങ്ങന്മാർ വീട്ടിൽ കയറി വോട്ട് ചോദിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ദാ ഇവിടെ കാണുകയല്ലേ എന്നാണ് പറഞ്ഞത്. ഒപ്പം കൂട്ടിച്ചേർത്ത് പറഞ്ഞത് ആര്യാടന്മാർക്ക് മരിച്ചാലും വോട്ട് ചെയ്യില്ല എന്ന് പറയുന്ന ഞങ്ങളുടെ തന്നെ പാർട്ടി പ്രവർത്തകർ ഉണ്ടായിട്ടുണ്ട് മുമ്പ്. അതുപോലെ തന്നെ പരസ്പരം നോക്കാത്ത പ്രവർത്തകരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം കാണാത്ത. പക്ഷെ അതൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തു, അത്യധ്വാനം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതായിരുന്നു ആത്മവിശ്വാസം. അപ്പോൾ ആ വർക്ക് UDFനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്ന ഏറ്റവും പോസിറ്റീവായ കാര്യം അങ്ങേയറ്റം ഏകോപിതമായി ഒരുമിച്ച് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ആ അത്യധ്വാനത്തിന്റെ ഫലമാണ് ഈ കാണുന്നത് എന്ന് തോന്നുന്നോ? എന്താണ് വിലയിരുത്തൽ? തീർച്ചയായും അഭിലാഷ്, പൊതുവെ ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ സവിശേഷമായും LDFൻ്റേത് വളരെ അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ സംവിധാനവും ഞങ്ങളുടേത് കുറച്ച് അയഞ്ഞ ഒരു സംവിധാനമാണെന്ന് ഒരു നരേഷൻ കുറേ നാളുകളായിട്ടുണ്ട്. ഇത്തവണ അധികമായി സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ഥാനാർത്ഥി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഞങ്ങളുടെ അഭിവന്ദനായ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം ഹജ്ജിന് പോകുന്ന മുമ്പ് സ്ഥാനാർത്ഥി വന്ന് കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ സ്ഥാനാർത്ഥി വന്ന് കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞയച്ച പാണക്കാട് തങ്ങളും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഈ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന നിലക്ക് ഒരു രാഷ്ട്രീയമായ വ്യാഖ്യാനം അവിടെ വന്നു. ഞങ്ങളെക്കുറിച്ച് പണ്ടേ പറയാറുണ്ട്, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സിംഹങ്ങളാണ് എന്ന്. അങ്ങനെ ഉണർന്നാൽ പിന്നെ ഞങ്ങളുടെ അലർച്ചയെ നിങ്ങൾ പേടിച്ചാൽ മതി, പക്ഷേ മുറിവേറ്റ സിംഹത്തിൻ്റെ നിശ്വാസങ്ങളെ പോലും നിങ്ങൾ പേടിക്കണം എന്നൊരു ഉറുദു കവിതയുണ്ട്. യഥാർത്ഥത്തിൽ ഞങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി കേരള രാഷ്ട്രീയത്തിൽ ലാഭമുണ്ടായപ്പോഴും നഷ്ടമുണ്ടായപ്പോഴും ഉണ്ടാക്കിയെടുത്തൊരു സൽപ്പേരുണ്ട്. കൂടെ നിന്നവരാരും ആവട്ടെ, അവരുടെ കൂടെ ഞങ്ങൾ ചങ്ക് പറിച്ചു കൊടുത്ത് നിന്നിട്ട് അത് ഞങ്ങളുടെ ഒരു ലെഗസിയാണ്, ഞങ്ങളുടെ ഒരു അഭിമാനമാണ്. ആ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്ന ചില നീക്കങ്ങൾ ഉണ്ടായപ്പോൾ പതിവിൽ കവിഞ്ഞ ഒരു ശ്രദ്ധ, പതിവിൽ കവിഞ്ഞ ഒരു പ്രവർത്തനം ഞങ്ങൾ അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അഭിനന്ദനായ ഞങ്ങളുടെ ദേശീയ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ് അത് മുന്നിൽ നിന്ന് നയിച്ചിട്ടുണ്ട്. ഞങ്ങൾ UDFനോടൊപ്പം ഒരു ടീമായി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ഇതാ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അനുകൂലമായ വേറെ കുറേ ഘടകങ്ങൾ
അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ അവസരം എത്ര സമയമുണ്ടെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാനതിലേക്ക് കിടക്കാത്തത്. സമയത്തിൻ്റെ പിന്നെ അഭിലാഷിൻ്റെ എടുക്കും. എന്തായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആ ഒരു ലെഗസി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. പാണക്കാട്ടെ തങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ കൂടെ നിൽക്കുന്നവരോടുള്ള ഞങ്ങളുടെ അചഞ്ചലമായ ആ കൂറ് മുറിവേറ്റ ജാഗ്രതയോടെ നിലമ്പൂരിൽ നിലയുറപ്പിച്ച് ഞങ്ങൾ ഒരു വട്ടം കൂടി കേരള രാഷ്ട്രീയത്തിൽ അരക്കിട്ടുറപ്പിച്ചിരിക്കുന്നു. കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന UDF എന്ന ഈ മുന്നണി തികഞ്ഞ കൃത്യമായൊരു രാഷ്ട്രീയ വിജയം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും പിന്നീട് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഞങ്ങൾക്ക് ഊർജം പകരുന്ന, ആവേശം പകരുന്ന, എന്നാൽ ഞങ്ങൾ കൂടുതൽ വിനയാന്വിതരും ഉത്തരവാദിത്വ ബോധമുള്ളവരുമാക്കുന്ന ഈ വിജയത്തെ ഞങ്ങൾ ആ നിലയിൽ തന്നെ ആവേശത്തോടെ ഏറ്റെടുക്കുകയാണ്. അഭിലാഷ്. ശരി, ശ്രീ ജേക്സി തോമസ്, രാഷ്ട്രീയമായി സ്വീകരിച്ച സ്ട്രാറ്റജി പാളിയോ വിജയിച്ചോ എന്ന് വിലയിരുത്താനുള്ള സമയം കൂടിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി UDFനെ പിന്തുണച്ചതാണ് ഒരു പ്രചണ്ഡമായ ക്യാമ്പയിനായിട്ട് LDF ഏറ്റെടുത്തത്. അത് ബാക്ക്ഫയർ ചെയ്തു എന്ന ഒരു തോന്നലുണ്ടോ? ഒന്ന്, PV അൻവർ ഈ രാഷ്ട്രീയ കലാപം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അദ്ദേഹം സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. പോലീസിൽ സംഘപരിവാർവൽക്കരണം നടക്കുന്നു, മലപ്പുറത്ത് അന്യായമായ കേസുകൾ എടുക്കുന്നു, ഇങ്ങനെ അപ്പോൾ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചുള്ള ഇൻസെക്യൂരിറ്റീസ് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ചില സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാതെ, അതിനെ ഡയറക്റ്റായി അഡ്രസ്സ് ചെയ്യാതെ വേറൊരു പൊളിറ്റിക്കൽ പ്ലാൻ ഉണ്ടാക്കുകയും അത് പരാജയപ്പെടുകയുമാണോ ചെയ്തിട്ടുള്ളത്? അതേക്കുറിച്ച് ഇതിനോടകം എന്തെങ്കിലും വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ അങ്ങയുടെ ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് വരാം. ഞാൻ ഈ പറയുന്നത് പോലെ സ്വാഭാവികമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയമുണ്ടായി. ആ വിജയത്തെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആഹ്ലാദിക്കാനുള്ള അവകാശമൊക്കെ UDFനുണ്ട്. അതൊന്നും നമ്മളാരും വിചാരിച്ചാൽ റദ്ദ് ചെയ്യപ്പെടുന്നതല്ല, ഇരിക്കട്ടെ. പക്ഷേ ഞാൻ ആവർത്തിക്കുന്നു, ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ മറവിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ സമ്പൂർണ്ണമായ ആത്യന്തിക നേരവകാശം ഞങ്ങൾക്കാണെന്ന നിലയിലുള്ള പ്രചരണം നടത്തിയാൽ അതിനു മുമ്പിൽ നിശബ്ദരായി നിർനിമേഷനായി നിന്നുകൊടുക്കേണ്ട കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വ്യക്തിപരമായ അതിക്രമങ്ങളൊക്കെ അല്ലെങ്കിൽ കെട്ടഴിച്ചു വിട്ട നുണപ്രചരണങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ പല ഘട്ടത്തിലും നമ്മൾ കേട്ടിട്ടുള്ളതാണ് UDF അഴിച്ചുവിടുന്നത്. ഞാനിപ്പോൾ അതിന്റെ സൂക്ഷ്മതയിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോട് പിന്തുണ പ്രഖ്യാപിച്ചു എന്നതിന്റെ പേരിൽ ലോകം ആദരിക്കുന്ന കേരളത്തിന്റെ പ്രതീകങ്ങളായിട്ടുള്ള സാഹിത്യ നായകന്മാരെ കുഴലൂത്തുകാർ എന്ന നിലയിലാണ് UDFന്റെ പ്രതിനിധി അപഹസിച്ചത്. മര്യാദയുള്ളൊരു വാക്കോ ഒരു പ്രയോഗമോ അല്ല അത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോട് പിന്തുണ പ്രഖ്യാപിച്ച ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വിജയത്തോട് നിർബന്ധമായും ആഭിമുഖ്യം ഉണ്ടായേ പറ്റൂ എന്ന സുചിന്തിതമായ അഭിപ്രായം വ്യക്തമാക്കിയത് ആരൊക്കെയായിരുന്നു? ഈ ഗവൺമെന്റിനെ നഖശികാന്തം വിമർശിച്ച എത്രയെത്ര സാഹിത്യ നായകന്മാർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ലോകത്തിന്റെ മുമ്പിൽ കേരളം അഭിമാനമായി പറയുന്ന പേരിലെ KS അച്യുതാനന്ദൻ, മയ്യഴിയുടെ കഥാകാരനായ M മുകുന്ദൻ, ഷീല ടോമി, KR മീര, എത്ര ആളുകൾ. ഇപ്പോൾ ഏറ്റവും പുതുതലമുറയുടെ ഹൃദയത്തെ പിടിച്ചുലയ്ക്കുമാർ ഏറ്റവും കരുത്തോടുകൂടെ സ്വാധീനം നേടിയ റാപ്പ് ഗായകനാണ് വേടൻ മുതൽ ഷഹവാസവൻ വരെ, ഷഹവാസവൻ മുതൽ നിലമ്പൂർ ഐസ് വരെ, ഇവരെയൊക്കെയാണോ UDFന്റെ പ്രതിനിധി ഒരു താൽക്കാലിക തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇവരൊക്കെ കുഴലൂത്തുകാരാണ് എന്നൊരു അഭിപ്രായ പ്രകടനം അങ്ങ് നടത്തുന്നത്? ഞാൻ അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല. കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ അതിനോട് പ്രതികരണം നടത്തട്ടെ. ഒരു തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായം പ്രകടിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് പലപ്പോഴും ഇടതുപക്ഷ സർക്കാരിനെ നിശിതമായി വിമർശിക്കാൻ മുന്നോട്ടേക്ക് വന്നിട്ടുള്ള ഇവർ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ അഭിപ്രായം പ്രകടിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ഇവർ കുഴലൂത്തുകാരായി മാറിയോ? നിങ്ങൾക്കെതിരെയല്ല, നമ്മുടെ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടുള്ള ഇന്ത്യൻ വർഗീയതയ്ക്ക് മുമ്പിൽ നട്ടെല്ല് വളയ്ക്കാതെ, ശിരസ് കുനിക്കാതെ, ഇതിഹാസ സമാനമായ ധൈര്യത്തോടു കൂടെ നിലപാട് സ്വീകരിച്ചവരാണ് കേരളത്തിൽ പ്രമുഖരായി പല എഴുത്തുകാരും. അവരെയാണോ നിങ്ങൾക്ക് താൽക്കാലിക പിന്തുണ നൽകിയില്ല എന്നതിന്റെ പേരിൽ നിങ്ങൾ കുഴലൂത്തുകാരായി ചിത്രീകരിക്കാൻ ശ്രമിച്ചത്? അത് അങ്ങയെ തിരിഞ്ഞുകുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനോട് ഞാൻ സാന്ദർഭികമായി വിയോജിക്കുന്നു എന്ന് മാത്രം. പിന്നെ അദ്ദേഹം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചത് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ അസാധാരണമായ വിധം വോട്ട് ചോർച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിരിക്കുന്നു. 2011 നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ വോട്ട് ഷെയറിലേക്ക് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ മാറി എന്നൊരു കാര്യമാണ് അദ്ദേഹം ഇവിടെ വിശദീകരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ആ വിശദീകരണത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? അതുകൊണ്ട് കേരളത്തിൽ സർക്കാർ നിലംപതിക്കാൻ വേണ്ടി പോകുന്നു. കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ സ്വാഭാവിക നീതിക്ക് എതിരെ നിൽക്കുന്ന ഒരു ജനവിരുദ്ധ ഗവൺമെന്റാണ് ഇത് എന്ന പരിപ്രേക്ഷ്യത്തെയാണ് കോൺഗ്രസ് പ്രതിനിധി ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഞാൻ ഏകപക്ഷീയമായ ഒരു രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. അദ്ദേഹം ഇവിടെ സമീകരിക്കാൻ ശ്രമിച്ച ഇതേ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ സമീപകാല തെരഞ്ഞെടുപ്പുകളുടെ ഒരു കണക്ക് ഞാൻ തിരികെ അങ്ങോട്ട് പറയാം. അതിനെ അദ്ദേഹം എങ്ങനെ വിലയിരുത്തും? അദ്ദേഹം ഒരു കണക്ക് പറഞ്ഞു, ഞാൻ അതിനൊരു വാദത്തിന് വേണ്ടി സ്വീകരിക്കുന്നു, തള്ളുന്നില്ല. ഞാൻ തിരികെ ഒരു കണക്ക് പറയാം. 2016 എന്റെ ഓർമ്മ ശരിയെങ്കിൽ 43.87% വോട്ടിന്റെ പിന്തുണയുമായി
കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. അന്ന് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ആത്യന്തികമായി ഒരു സ്വതന്ത്ര പരിവേഷത്തോടുകൂടെ മുൻ MLA നിർത്തി 35 വർഷക്കാലത്തെ UDF-ന്റെ തുടർ പ്രാതിനിധ്യത്തിന്റെ ചരിത്രം നിലമ്പൂരിൽ അവസാനിപ്പിച്ച് സ്വതന്ത്രനെ മുൻനിർത്തി UDF-ന്റെ ഒരു വോട്ട് കൂടെ ആ സ്വതന്ത്രരിലൂടെ സമാഹരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2016-ൽ 43% വോട്ട് സംസ്ഥാനത്ത് കൈവരിച്ചപ്പോൾ 91 സീറ്റിൽ 1 സീറ്റ് ഈ നിലമ്പൂർ നിയോജക മണ്ഡലമായിരുന്നു. കോൺഗ്രസ് പ്രതിനിധി മറന്നാലുമില്ലെങ്കിലും ആങ്കർ മറക്കാൻ പാടില്ലല്ലോ. 2021-ൽ 43% ഉണ്ടായിരുന്ന കേരളത്തിലെ ഇടതുപക്ഷം 46.8% വോട്ടോടുകൂടെ കേരളത്തിൽ വീണ്ടും വർദ്ധിത വീര്യത്തോടുകൂടെ അധികാരത്തിൽ വന്നു. 91 സീറ്റ് ഉണ്ടായിരുന്ന ഇടതു മുന്നണി 99 സീറ്റോടുകൂടെ അധികാരത്തിൽ വന്നു. ആ 2021-ൽ നിലമ്പൂർ മണ്ഡലത്തിന്റെ ചിത്രം എന്താണ്? UDF-ന്റെ വോട്ട് ഷെയർ 4% വർദ്ധിച്ചു. LDF-ന്റെ വോട്ട് ഷെയർ 1% കുറഞ്ഞു. ഇതേ സ്വതന്ത്രൻ ആയിരക്കണക്കിന് വോട്ടുകൾക്ക് വിജയിച്ച അതേ നിലമ്പൂർ മണ്ഡലത്തിൽ കേരളമെമ്പാടും ഇടതുപക്ഷ തരംഗം വീശിയടിച്ച 91 സീറ്റോടെ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് 99 സീറ്റോട് കൂടെ തുടർഭരണത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇതേ സ്വതന്ത്രന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷം 1% വോട്ട് കുറയുകയും UDF 4% വോട്ട് വർദ്ധിക്കുകയും ചെയ്തു. ആ നിയോജക മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ, താൽക്കാലിക അനുഭവത്തെ മാത്രം മുൻനിർത്തി നമുക്ക് പറയാൻ കഴിയുമോ കേരളത്തിൽ UDF തരംഗം അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധ ചിത്രീകരണം അങ്ങനെ പറയാൻ കഴിയുമോ? അങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഉപതെരഞ്ഞെടുപ്പിന്റെ ചരിത്രം അദ്ദേഹം വിശദീകരിച്ചു. എനിക്ക് ആ ചരിത്രത്തോടും വിയോജിപ്പില്ല. പുതുപ്പള്ളിയിലും പാലക്കാടും തൃക്കാക്കരയിലും ഒക്കെ ഞങ്ങൾക്ക് പരാജയപ്പെടേണ്ടതായി വന്നു. അതിന് തൊട്ട് മുമ്പുള്ള ഉപതെരഞ്ഞെടുപ്പുകളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതിലേക്കൊന്നും അദ്ദേഹം പോകേണ്ടതല്ല. കോന്നിയും വട്ടിയൂർക്കാവും ഉൾപ്പെടെ പാലായും ഉൾപ്പെടെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് അദ്ദേഹം സംസാരിക്കില്ല. എന്തായിരുന്നു ചേലക്കരയുടെ അനുഭവം? അങ്ങേക്ക് പ്രത്യേക താല്പര്യമുള്ള മണ്ഡലങ്ങളെ മാത്രമാണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് തിരിച്ചു പറയാൻ മണ്ഡലങ്ങളില്ലേ? ചേലക്കരയിൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണമായ ക്യാമ്പിംഗ് നടത്തിയ മണ്ഡലമായിരുന്നില്ലേ? മാതൃഭൂമി ഉൾപ്പെടെയുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ ആർക്കൈവുകളിൽ നിർബന്ധമായും ഉണ്ടാകും. ഓരോ ദിവസവും അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ സിറ്റിംഗ് മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുന്നതിലാണ്. ഇടതുമുന്നണിയുടെ സിറ്റിംഗ് മണ്ഡലങ്ങൾ വർദ്ധിത വീര്യത്തോടുകൂടെ പിടിച്ചെടുക്കുമ്പോഴാണ് ഞങ്ങളുടെ വിജയം അർത്ഥപൂർണ്ണമാകുന്നത്. ഇതായിരുന്നില്ലേ അദ്ദേഹത്തിന്റെ പ്രതികരണം? 2016 ഉണ്ടായിരുന്ന വോട്ടിനേക്കാൾ അതേ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച 2024-ൽ വീണ്ടും ആ മണ്ഡലം ഞങ്ങൾ പിടിച്ചെടുത്തില്ലേ? അതിനോട് എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഒറ്റവാചകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എന്നാണ് പിന്നെ അദ്ദേഹം പറഞ്ഞത്? ഈ ഉപതെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞല്ലോ, സുദീർഘമായ ഈ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എവിടെയും 2 തവണ സഖാവ് കുഞ്ഞാലിയും പിന്നീട് സ്വതന്ത്ര പരീക്ഷണം ഒഴിച്ചു നിർത്തിയാൽ ഒരിക്കൽ പോലും ഇടതുപക്ഷം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലാത്ത മണ്ഡലമാണ് ഇത്. ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യമാണോ? ഞങ്ങൾക്ക് നല്ല ധാരണയില്ലേ? പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിനെ അങ്ങേയറ്റം നിശ്ചയദാർഢ്യത്തോടുകൂടെ രാഷ്ട്രീയ അന്തസ്സിന്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നേരിടണമെന്നുള്ളത് ഞങ്ങളുടെ വാശിയായിരുന്നു. ഏത് ഉപതെരഞ്ഞെടുപ്പ്, ഏത് പരാജയത്തിന്റെ മുമ്പിലും അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടെ പറയാൻ കഴിയുന്നു, ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും RSS-ന്റെയും പിന്തുണ ഞങ്ങൾ ആവശ്യപ്പെടുകയോ ഞങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യാതെയാണ് ഈ തെരഞ്ഞെടുപ്പുകളെ ഞങ്ങൾ നേരിട്ടത്. നിങ്ങൾക്ക് വോട്ട് ചെയ്തവരെല്ലാം വർഗീയവാദികൾ, അങ്ങനെ ഒരു അഭിപ്രായവും ഞങ്ങൾക്കില്ല. പക്ഷേ ഈ സമീപ തെരഞ്ഞെടുപ്പുകളുടെ ഘട്ടത്തിൽ നിങ്ങൾ സ്വീകരിച്ച അങ്ങേയറ്റം കേരള രാഷ്ട്രീയത്തെ മലീമസമാക്കിയ, വിഷലിപ്തമാക്കിയ ഒരു മാതൃകയുണ്ട്. അത് നാളെ നിങ്ങൾക്ക് മാത്രമല്ല കേരളത്തിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയ ചട്ടക്കൂടിനെ തകർത്ത് കളയും. അതിനെക്കുറിച്ചാണ് BJP-യുടെ പ്രതിനിധി ഇവിടെ സംസാരിക്കാൻ ശ്രമിച്ചത്. അത് RSS-ന്റെ മാത്രമല്ല, എല്ലാത്തരം വർഗീയതയും സോപ്പിട്ട് അലക്കി വെളുപ്പിക്കുന്ന ഒരു വാഷിംഗ് മെഷീൻ എന്നതുപോലെ കേരളത്തിൽ കോൺഗ്രസും UDF-ഉം മാറാൻ പാടില്ല. വിമർശനം പരാജയത്തിന് മുമ്പിൽ മാത്രമല്ല, തെരഞ്ഞെടുപ്പിന്റെ ആദ്യമധ്യാന്തം ഞങ്ങൾ ഉയർത്തിയതാണ്. നിങ്ങൾക്ക് ആ നിലപാട് ഉണ്ടായിരുന്നില്ല. അതാണ് പ്രത്യേകത. ശരി, അല്ല അവിടെ ഇപ്പോ ജയ്ക്ക് സുദീർഘമായ മറുപടി പറഞ്ഞു. ഇപ്പോ ജയ്ക്ക് ചൂണ്ടിക്കാണിച്ച ഉദാഹരണം തന്നെ എടുത്താൽ, ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന വർഷം നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ, കോന്നി, വട്ടിയൂർക്കാവ്, പാല പോലെയുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ UDF-ന്റെ സിറ്റിംഗ് സീറ്റുകളിൽ LDF വിജയിച്ചു. അപ്പോൾ ഒരു പ്രോ LDF സിറ്റുവേഷൻ അവിടെ ഉണ്ടായി. തൊട്ട് അടുത്ത വർഷം നടന്ന 2021-ൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് LDF കൂടുതൽ സീറ്റോടുകൂടി, കൂടുതൽ വോട്ട് ഷെയറോടുകൂടി വിജയിച്ചു. ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സിറ്റിംഗ് സീറ്റ് അവർ ജയിക്കുമ്പോൾ താങ്കൾ സൂചിപ്പിച്ച അതേ ഉദാഹരണം വെച്ചാണെങ്കിൽ അതേ ഇമ്പാക്ട് അല്ലേ 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക? അതുകൊണ്ടാണ് VD സതീശൻ 2011-ൽ മഹേന്ദ്ര സിംഗ് ധോണി ലോകകപ്പ് നേടിയതുപോലെ, 2022-ൽ ലയണൽ മെസ്സി ലോകകപ്പ് നേടിയതുപോലെ 2026 UDF-നുള്ളതാണെന്ന് പറയുന്നത്. ഇല്ല, ഞാനത്ര സമീകരണങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നിങ്ങൾ കാണേണ്ടത്
കഴിഞ്ഞ 9 വർഷക്കാലമായി തുടർച്ചയായി വിജയിച്ച മണ്ഡലം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സുദൃഢമായ ഒരു രാഷ്ട്രീയ കേന്ദ്രം അങ്ങനെ നിലയിലല്ലല്ലോ. ഇപ്പോൾ തലശ്ശേരി നിയോജക മണ്ഡലം പോലെ, പയ്യന്നൂർ നിയോജക മണ്ഡലം പോലെ അത്തരത്തിൽ ഇടതുപക്ഷത്തിന്റെ ഒരു ശക്തി ദുർഗം എന്ന നിലയിലല്ലല്ലോ കഴിഞ്ഞ 9 വർഷക്കാലത്തെ ചരിത്രമുണ്ടായിരുന്നത്. നമ്മൾ കാണേണ്ടത് എന്താണ്? ആ നിയോജക മണ്ഡലത്തെ 2011 ഞങ്ങൾക്ക് സ്വീകാര്യമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് വരുന്നപ്പോഴാണ് പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരീക്ഷണാർത്ഥം സ്വീകരിച്ച ഒരു സമീപനം എന്നതുപോലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി പരീക്ഷണം നടത്തുന്നു. ആ പരീക്ഷണം വിജയകരമായി മാറുന്നു. അതല്ലേ ഉണ്ടായിരുന്നത്. UDFന്റെ നെടുങ്കൻ കോട്ടയായി കഴിഞ്ഞ 4 പതിറ്റാണ്ടോളം അവർ പൊന്നാപുരം കോട്ടയായി കരുതിയിരുന്ന ഒരു മണ്ഡലത്തിൽ UDFന്റെ കോട്ടകൾ വിഭജിക്കപ്പെടാൻ പര്യാപ്തമാകും വിധം ഒരു രാഷ്ട്രീയ പരീക്ഷണം ഇടതുപക്ഷം നടത്തി. അങ്ങനെയല്ലേ നമ്മൾ കാണേണ്ടത്. ആ പരീക്ഷണത്തിൽ സ്വതന്ത്രനെ മാറ്റി CPM വീണ്ടും മത്സരിക്കുന്നു. അതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു. ഞങ്ങൾ പറയുന്നുവല്ലോ, ആ പരാജയത്തെ പക്ഷേ വിലയിരുത്തേണ്ട ഒരു മാനകമെന്ത്? അത് UDFന് അവർ അഭിപ്രായം ഉണ്ടാകാം. ഞങ്ങൾ പറയുന്നു, ആ അഭിപ്രായം UDFന്റെ വാദഗതികളാൽ തെറ്റുധരിക്കപ്പെട്ട ജനതകുണ്ടോ? ഉണ്ടെങ്കിൽ അവരെ പരിശോധിക്കാനും തിരുത്താനും, ഞങ്ങൾ തിരുത്തേണ്ടതുണ്ടെങ്കിൽ ഞങ്ങളും, അവരെ തിരുത്തപ്പെടേണ്ടതുണ്ടെങ്കിൽ അവരെ തിരുത്തപ്പെടാനുമുള്ള രാഷ്ട്രീയ പ്രക്രിയയിൽ ഞങ്ങൾ ജാഗ്രതയോടുകൂടെ വ്യാപൃതരാകാൻ ഞങ്ങൾക്ക് പാഠപുസ്തകമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. അങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ സ്വീകരിക്കുന്നത്. പാഠപുസ്തകം പോലെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണുന്നു. നല്ലത്, പഠിക്കൂ പാഠപുസ്തകം പോലെ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, എനിക്ക് ചോദ്യമുണ്ട്. ചോദ്യം ഉന്നയിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഒരു വിശദീകരണം എന്നുള്ള നിലയിൽ. ഇപ്പോൾ ഞാനൊരു ജേർണലിസ്റ്റാണ്. അപ്പോൾ എനിക്ക് ജേർണലിസ്റ്റിക് ആയിട്ടുള്ള നിലയിലെ ഏത് കാര്യങ്ങളെയും കാണാൻ കഴിയൂ. കക്ഷി രാഷ്ട്രീയ നിലയിൽ എനിക്ക് കാര്യങ്ങളെ കാണാൻ കഴിയില്ല. അപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ MV ഗോവിന്ദന്റെ അഭിമുഖം എടുക്കുന്നു. അതൊരു ജേർണലിസ്റ്റ് എങ്ങനെയാണോ സംപ്രേഷണം ചെയ്യേണ്ടത് അതുപോലെയാണ് സംപ്രേഷണം ചെയ്യുക. അല്ലാതെ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ അത് കൊടുക്കാതിരിക്കാം, അതല്ലെങ്കിൽ ആ പറഞ്ഞ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ അഭിമുഖം നേരത്തെ റെക്കോർഡ് ചെയ്ത അഭിമുഖമാണ്, അത് സംപ്രേഷണം ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം രാഷ്ട്രീയമായി എതിർപക്ഷം എന്നുള്ളതിൽ നിങ്ങൾക്ക് നിലപാട് സ്വീകരിക്കാം. അപ്പോൾ അതനുസരിച്ച് പക്ഷേ ഞാൻ അതൊക്കെ ശരിയാണെന്ന് പറയണമെന്ന് പറഞ്ഞാൽ അത് പറ്റില്ലല്ലോ. M സ്വരാജിനെ തോപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നേതാവ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല അങ്ങനെയല്ല, അദ്ദേഹം ഉദ്ദേശിച്ചത് ആ ഒരു കോണ്ടെക്സ്റ്റിലല്ല. ഞങ്ങൾ തമ്മിൽ തർക്കിച്ചപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് പറഞ്ഞതാണ് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഒന്ന് ഇത് BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല, BJPയുടെ വോട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഇതൊക്കെ പൊളിറ്റിക്കലായി ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അത് കക്ഷി രാഷ്ട്രീയ നേതാക്കൾക്കാണുള്ളത്. ജേർണലിസ്റ്റിന്റെ പണിയെടുക്കണം, അവനവന്റെ ബോധ്യങ്ങൾ പറയണം. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ. അതാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്. ഇനി ചോദ്യം, നേരത്തെ ഇവിടെ ഹംസ പറക്കാട്ട് പറഞ്ഞു ഞങ്ങളും കൂടെ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ 40,000 വോട്ടിന് വിജയിച്ചേനെ എന്ന്. 40,000 എന്നുള്ളത് ഞാൻ വിടുന്നു. അപ്പൊ അൻവറുമായിട്ട് സഹകരിച്ചു പോയിരുന്നുവെങ്കിൽ 30,000 വോട്ടിന് ജയിക്കാം എന്ന് വെക്കാം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് 30,000 വോട്ടിന് നിങ്ങൾ ജയിക്കുകയായിരുന്നുവെങ്കിൽ പിണറായി 3.0യെ കുറിച്ച് പിന്നെ LDFകാർക്ക് പോലും പറയേണ്ടാത്ത വിധത്തിൽ ഇതാ 2026 UDFന്റെ മാർച്ച് 100 സീറ്റോടുകൂടി എന്നൊരു പൊതുബോധം ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടില്ലായിരുന്നോ? അപ്പോൾ അൻവറുമായിട്ടൊരു ഏറ്റുമുട്ടൽ ഉണ്ടാക്കിയത് ഭരണവിരുദ്ധ വോട്ടിനെ സ്പ്ലിറ്റ് ചെയ്യാൻ ഇടയാക്കോ? ഇതാണ് ചോദ്യം. അഭിലാഷിന് ജേർണലിസ്റ്റ് എന്ന നിലയിൽ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, ദുർവ്യാഖ്യാനിക്കാം. എന്നെ സംബന്ധിച്ച് ഞാനൊരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ എനിക്ക് എൻ്റെ പൊളിറ്റിക്കൽ വ്യൂയിലൂടെ എനിക്കതിനെ വ്യാഖ്യാനിക്കേണ്ടിയും വരും. സ്വാഭാവികം താങ്കൾക്ക് അതിനുള്ള അവകാശമുണ്ട്. പക്ഷേ അത് പറയാനുള്ള, അതിനെ ഡിഫെൻഡ് അല്ലെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള അവകാശം എനിക്കുമുണ്ട്. അത് ഞാൻ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കാരണം അതിനപ്പുറത്തേക്ക് നമ്മൾ തമ്മിൽ വ്യക്തിപരമായ ഒരു വിഷയത്തിലേക്ക് പോകേണ്ടതില്ലാത്തതുകൊണ്ട്. മറ്റൊന്ന്, താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് നേരെ വരാം. ഇവിടെ അൻവറിൻ്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന സുഹൃത്ത് പറഞ്ഞത്, ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് UDFനോടും ചേരാനായിരുന്നു താല്പര്യം, ഒന്നിച്ചു നിന്നെങ്കിൽ നമുക്ക് ഏകദേശം 40,000 വോട്ടിന് ജയിക്കാമായിരുന്നു എന്നാണ്. നോക്കൂ, ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ശ്രീ അൻവർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ എന്താണ്? അൻവർ ആദ്യം പറഞ്ഞതെന്താണ്? UDF ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ഞാൻ അദ്ദേഹത്തെ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞ അൻവർ ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം മാധ്യമങ്ങളോട് ആര്യാടൻ ഷൗക്കത്തിനെതിരായി വളരെ നിശിതമായ വിമർശനവുമായി അദ്ദേഹം രംഗത്ത് വരുന്നു. അങ്ങനെയുള്ള ഒരാളിനെ പിറ്റേന്ന് രാവിലെ UDFുമായി സഹകരിപ്പിക്കണമെന്നാണോ താങ്കൾ പറയുന്നത്? അങ്ങനെ സഹകരിപ്പിച്ചിരുന്നെങ്കിൽ എന്താവും പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം? സഹകരിപ്പിച്ചില്ല. അങ്ങനെ സഹകരിപ്പിക്കുക അസാധ്യമാണല്ലോ. ഒരു മുന്നണിക്ക് ആ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ആ മുന്നണി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ തെറി വിളിക്കും. പക്ഷേ ആ മുന്നണിയിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അവിടെ സ്വാഭാവികമായും ഡയലോഗുകൾ നടന്നിട്ടുണ്ട്, ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആ വാദം അദ്ദേഹം മുന്നോട്ട് വെച്ച ആ വാദം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് മിനിമം ഡിമാൻഡല്ലേ? ഒരു ഘട്ടത്തിലും അദ്ദേഹം അത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഒന്നിച്ചു പോകാൻ കഴിയുക? അത് അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡല്ലേ കാണിക്കുന്നത്? പിന്നീട് ഞാൻ ഏറ്റവും അവസാനം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മലക്കമറിച്ച് വോട്ടിംഗ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ മലക്കമറിച്ചുകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ ഒരു എന്താ പറയുന്നത്, ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു നിലപാടില്ലായ്മ പലപ്പോഴും പല കാര്യങ്ങൾ കണ്ടുണ്ട്. പിന്നെ അത് കഴിയുമ്പോൾ എന്നെ മുഖ്യമന്ത്രിയാക്കണം, അല്ലെങ്കിൽ എന്നെ ആഭ്യന്തരമന്ത്രിയാക്കണം, അല്ലെങ്കിൽ എന്നെ വനംവകുപ്പ് മന്ത്രിയാക്കണം എന്നൊക്കെ പ്രഖ്യാപിക്കുക. എനിക്കെന്നെ വകുപ്പ് വേണമെന്ന് പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ PD സതീശൻ UDFൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് പറയുക.
അങ്ങനെയൊക്കെ പറയുന്ന ഒരാളിനെ ഉൾക്കൊണ്ടുപോകാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു മുന്നണി ഈ സംസ്ഥാനത്തുണ്ടോ? ആർക്കും കഴിയില്ല. അപ്പോൾ നിലപാടൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അവരെടുക്കുന്ന നിലപാടുകൾ, അവരുടെ ക്രെഡിബിലിറ്റിയാണ് ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ച് എപ്പോഴും ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനും കൂടിയാണ് ഞാൻ. അപ്പോൾ ആ രീതിയിൽ ശ്രീ അൻവറിൻ്റെ ഭാഗത്തു നിന്ന് തിരുത്തേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം തിരുത്താതെ വന്നപ്പോഴാണ് ഇത്തരത്തിൽ അദ്ദേഹം പുറത്തു തന്നെ നിൽക്കേണ്ടി വന്നത്. അത് കഴിഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് അത്രയും മാത്രമേ അതേ പറയാനുള്ളൂ. ഇവിടെ നോക്കൂ, ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചതുമായി ബന്ധപ്പെട്ട് ഞാൻ BJP പ്രതിനിധിക്ക് മറുപടി പറയണമെന്ന് ആഗ്രഹിച്ചല്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് 11% വോട്ട് അൻവർ പിടിച്ചിട്ടുണ്ട്. അൻവർ പിടിക്കുന്നതിൽ ആനുപാതികമായ കുറവ് എല്ലാവർക്കും വന്നിട്ടുണ്ട്. അത് BJPക്കും ഒരു ചെറിയ ശതമാനം കുറവ് വന്നിട്ടുണ്ട്, ഞങ്ങൾക്കും ഒരു ചെറിയ ശതമാനം കുറവ് വന്നിട്ടുണ്ട്, പിന്നെ LDFനാണ് വലിയ കുറവ് വന്നിട്ടുള്ളത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിയതിനെ സംബന്ധിച്ച് ഇടതുപക്ഷവും അതുപോലെ BJPയും ഒക്കെ പറഞ്ഞു. BJPയുടെ അഭിപ്രായം തന്നെയാണ് ഇടതുപക്ഷത്തിനെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഏതായാലും ഒരു മുന്നണിയുടെ പിന്നെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണല്ലോ. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഉൾപ്പെടെയുള്ളവർ നിരവധി തവണ കൂടിക്കാഴ്ച നടത്തിയതും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുണ്ടെന്നേ. എത്രയോ തവണ LDFന് അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. അപ്പോഴൊന്നും അവർക്ക് എന്താ പറയുന്നത്, അപ്പോഴൊക്കെ അവർ പിന്നെ ഏറ്റവും വലിയ ജനാധിപത്യ വിശ്വാസികൾ, മതേതരവാദികൾ, UDFനോടൊപ്പം ചേരുമ്പോൾ മാത്രം അവരെല്ലാം വലിയ കുഴപ്പക്കാരാണ്. ആ അഭ്യാസം ഒന്നും കാണിച്ച് ഞങ്ങളെ പേടിപ്പെടുത്തേണ്ടതില്ല. അത് കൈവച്ചിരുന്നാൽ മതി. നിങ്ങളുടെ കൂടെ ചേരുമ്പോൾ എല്ലാം മതേതര കക്ഷികൾ, ജനാധിപത്യവാദികൾ, അപ്പുറത്ത് പോയ വർഗീയവാദികൾ, അത് 8 ആഴ്ച മടക്കി കൈ വെച്ചിരുന്നാൽ മതി. അതിനപ്പുറത്തേക്ക് ഇവിടെ ഞാൻ ചില പിന്നെ സാംസ്കാരിക നായകന്മാരെ കുറിച്ച് പറഞ്ഞു. എനിക്ക് വിമർശിക്കാനുള്ള അവകാശമുണ്ടെന്നേ. ആ സാംസ്കാരിക നായകന്മാർ എന്നെ കാലെ തൂക്കി നിലത്തടിക്കുന്നെങ്കിൽ പിന്നെ നടക്കട്ടെന്നേ. ഇടതുപക്ഷത്തിന്റെ കുഴലൂത്തുകരായ ചില സാംസ്കാരിക നായകന്മാർ, എനിക്ക് അവിടെ വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സ്വരാജിന് വോട്ട് ചെയ്തേനെ. അങ്ങ് പ്രഖ്യാപനോട്ട് ഇറങ്ങല്ലേ. എന്നിട്ട് എന്താ ഇപ്പോ? അങ്ങനെയുള്ളവരെ വിമർശിക്കുക തന്നെ ചെയ്യും. അവർ ഇടതുപക്ഷത്തിന്റെ കുഴലൂത്തുകാർ തന്നെയാണ്. അതിന്റെ പേരിൽ എനിക്ക് വ്യക്തിപരമായി ഇടതുപക്ഷക്കാരായ സാംസ്കാരിക നായകർ അവർക്ക് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം ആവശ്യപ്പെടുന്നതായി കണ്ടാൽ ഇപ്പൊ കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ള സാംസ്കാരിക നായകർ അവിടെ ആര്യാടന് വേണ്ടി ആവശ്യപ്പെട്ടല്ലോ. കൽപ്പറ്റ നാരായണൻ, അതുപോലെ തന്നെ KGS, ജയദേവിക, അങ്ങനെ എത്രയോ ആളുകൾ ഇപ്പൊ കോൺഗ്രസ്സുകാരായ അല്ലെങ്കിൽ നിങ്ങളോട് ആഭിമുഖ്യമുള്ള സാംസ്കാരിക നായകർ ആര്യാടന് വേണ്ടി വോട്ട് പിടിക്കട്ടെ, അപ്പുറത്തുള്ള ആളുകൾ അവർക്കും വേണ്ടി വോട്ട് പിടിക്കട്ടെ, അത്രയല്ലേ ഉള്ളൂ. അപ്പം വിമർശിക്കുകയും ചെയ്യുന്നേ, വിമർശിക്കുകയും ചെയ്യും. വിമർശിക്കുമ്പോൾ പിന്നെ വേദനിച്ചിട്ടും കാര്യമില്ല. വിമർശിക്കാനുള്ള അവകാശവും എനിക്കുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വിമർശിക്കുന്നത്? അവരൊക്കെ പറഞ്ഞിട്ട് പോലും ഇത്രയും വലിയ കാൻഡിഡേറ്റ് ആണെന്ന് നിങ്ങൾ വലിയ പിന്നെ ക്യാൻവാസിലേക്ക് പകർത്തിയിട്ടും M സ്വരാജ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ഈ പറയുന്ന 7 പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലും ഉൾപ്പെടെ ഒരു പഞ്ചായത്തിൽ മാത്രം 118 വോട്ടിന്റെ ലീഡ് മേടിച്ചൊഴിച്ചാൽ ബാക്കി 6 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും പുറകെ പോയില്ലേ? അദ്ദേഹം ജനിച്ച ബൂത്തിൽ പുറകിൽ പോയില്ലേ? അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പഞ്ചായത്തിൽ പുറകിൽ പോയില്ലേ? അതിനപ്പുറം എന്താ വേണ്ടത്? പറയുന്നതാ, ഞങ്ങളൊരു പരീക്ഷണം നടത്തിയപ്പോൾ മാത്രമാണ് 2 തവണ ജയിച്ചതെന്നാണ്. ഞാൻ അതിനൊറ്റ മറുപടി പറഞ്ഞോട്ടെ അഭിലാഷേ. നിങ്ങൾ പരീക്ഷണം നടത്തിയതാണെങ്കിൽ ഞാൻ വീണ്ടും കണക്കിലേക്ക് തന്നെ പോവുക. 2011 LDFന് 44.5% വോട്ടുണ്ടായിരുന്നു. നിങ്ങൾ പരീക്ഷണം നടത്തിയ ഒരു പിന്നെ UDFകാരനായ ഒരു സ്വതന്ത്രനെ കൊണ്ടുവന്ന് നിങ്ങൾ കൂടെ കൂട്ടി. നിങ്ങൾക്ക് കൂടി എത്ര ശതമാനം വോട്ടാ? 3%, 47% മാറി അല്ലേ? അദ്ദേഹം പോയപ്പോൾ എത്ര ശതമാനം വോട്ടാണ് കൊണ്ടുപോയത്? 11%, അല്ലേ? അധികമായി 8% കൊണ്ടുപോയത് ആരുടെ വോട്ടാണ്? അതുകൂടെ പറയട്ടെ. ഞങ്ങളൊരു സ്വതന്ത്രനെ കൊണ്ടുവന്നു, അദ്ദേഹം പോയപ്പോൾ വന്നപ്പോൾ കൊണ്ടുവന്ന വോട്ട് പോയപ്പോൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ വന്നപ്പോൾ 3% വന്ന പോയപ്പോൾ 15% കൊണ്ടുപോയെന്നേ. ഞങ്ങൾക്ക് കുറവ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ വോട്ട് ചോർന്നിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളണ്ടേ? ഒറ്റ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. പിന്നെ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ഒക്കെ നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞതിന് മാത്രമേ അവരോട് പറയുന്നുള്ളൂ. തൃക്കാക്കരയിൽ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന വോട്ടിന്റെ ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് ഞങ്ങൾ ജയിച്ചത്. പുതുപ്പള്ളിയിൽ ഞങ്ങൾ ജയിച്ചത് അവിടെ ഉണ്ടായിരുന്നതിന്റെ 4 ഇരട്ടി വോട്ടിന്. ആരാ മത്സരിച്ചെന്ന് പറയേണ്ടതില്ലോ? ചാണ്ടി ഉമ്മനാണ്. താങ്കൾ തെറ്റിദ്ധരിക്കേണ്ട, ചാണ്ടി ഉമ്മനാണ് മത്സരിച്ചത്. 4 ഇരട്ടി വോട്ടിനാണ് ജയിച്ചത്. പാലക്കാട് 5 ഇരട്ടി വോട്ടിനാണ് ജയിച്ചത്. അപ്പോഴൊക്കെ പറഞ്ഞെന്താ? സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്തതാ. ഇപ്പോൾ LDFന്റെ സിറ്റിംഗ് സീറ്റ് UDF പിടിച്ചെടുത്തിരിക്കുന്നു. അപ്പോൾ പറയുന്നു പഴയ കാര്യങ്ങൾ പറഞ്ഞില്ല. ചേലക്കരയെ കുറിച്ച് പറയുന്നു. ചേലക്കരയിൽ എത്രയായിരുന്നു നിങ്ങളുടെ തുടക്കത്തിലെ ഭൂരിപക്ഷം 2021? ഇപ്പോൾ എത്രയാ വോട്ടിനാണ് നിങ്ങൾ ജയിച്ചത്? ചേലക്കരയിൽ 4-1 കുറച്ചില്ലേ? അത് കാണുന്നില്ലേ? അപ്പോൾ ജനങ്ങളുടെ വികാരം ഈ ഇടതുപക്ഷ സർക്കാരിനാണ് എന്ന് തെളിയിക്കുന്ന ലിറ്റ്മസ് ടെസ്റ്റുകൾ ഈ പറഞ്ഞ 4 വർഷത്തിനിടയിൽ 5 സ്ഥലത്തോ 6 സ്ഥലത്തോ ഉണ്ടായിട്ടും അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ, അതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ പിന്നെ ഞാൻ ഇനി എന്താ പറയേണ്ടത്? ശരി, അതിനെക്കുറിച്ച് വേറൊന്നും പറയാനില്ല. പിന്നെ അദ്ദേഹം പറയുന്നു, ഒറ്റ കാര്യം പറഞ്ഞതിന് മാത്രമേ മറുപടി ഉള്ളൂ അഭിലാഷേ. പിന്നെന്താ പറഞ്ഞത്?
കഴിഞ്ഞ സർക്കാർ 2016 ജയിച്ചപ്പോൾ ഞങ്ങൾക്ക് 98 സീറ്റ് ഉണ്ടായിരുന്നു, പിന്നെ 99ആയി. അങ്ങനെ വന്നപ്പോഴത്തേക്കും പിന്നെ ഇവിടുത്തെ സീറ്റ് കുറഞ്ഞു, ഇവിടുത്തെ വോട്ട് ഷെയർ കുറഞ്ഞു, നിലമ്പൂരിലെ വോട്ട് ഷെയർ കുറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, എത്രയോ സീറ്റുകൾ തോൽക്കുകയും മറ്റു ചില സീറ്റുകൾ ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആത്യന്തികമായി എന്താ സംഭവിച്ചതെന്നുള്ളതല്ലേ പ്രശ്നം. ഒരു സീറ്റിൽ 2016 ജയിച്ച അൻവറിനെ സംബന്ധിച്ച് 2017 വോട്ട് കുറഞ്ഞിട്ടുണ്ടാവാം. അത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുടെ ഭാഗമാകാം, അല്ലെങ്കിൽ നിയോജകമണ്ഡലത്തിലെ മറ്റെന്തെങ്കിലും അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുടെ ഭാഗമാകാം, അതൊക്കെ ഉണ്ടാകാം. പക്ഷേ ആത്യന്തികമായി നിങ്ങൾ 2 പ്രാവശ്യം ജയിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ജയിക്കുമ്പോഴും എത്രയോ സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ആരെല്ലാം തോൽക്കുകയും ആരെല്ലാം ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇങ്ങനെ ഒരു സീറ്റിൻ്റെ പേഴ്സൻറ്റേജ് നോക്കി എന്നുള്ളതല്ല. ഇവിടെ ഞാൻ തുടർച്ചയായി പറയുന്നു, തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട്, നിലമ്പൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജയിച്ചത് എത്ര ഇരട്ടി വോട്ടിനാണെന്ന് നോക്കണം. ഒന്ന്. രണ്ടാമത്തേത്, ചേലക്കരയിൽ ഉണ്ടായിട്ടുള്ള ഞങ്ങളുടെ ഇത് കുറയ്ക്കാൻ കഴിഞ്ഞത് എത്ര ശതമാനം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് നോക്കണം. അപ്പോൾ സർക്കാരിനെതിരായ ഒരു വികാരമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പൊതുസമൂഹത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങളൊരു സീറ്റ് പിടിച്ചെടുത്തതിലൂടെ ഞങ്ങൾ 2026 അധികാരത്തിലേക്ക് വരാനുള്ള സെമി ഫൈനൽ എന്ന നിലയിൽ ഞങ്ങൾ വളരെ മുന്നോട്ട് പോകുന്നു എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലൂടെ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. UDF വളരെ ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ശരി, ഓക്കെ. ആ UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമ്പോൾ സത്യത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഞാനിവിടെ ഈ ചുമതലക്കാരൻ നിലയിൽ ഉണ്ടായിരുന്നുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയൊക്കെ പ്രവർത്തനം അദ്ദേഹം നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. അദ്ദേഹം എല്ലാ ദിവസവും 1.5 മണിക്കൂർ ഇങ്ങോട്ട് യാത്ര ചെയ്ത് 1.5 മണിക്കൂർ മടങ്ങിപ്പോയും അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ഓരോ ചെറിയ കാര്യത്തിലും അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ചിട്ടുള്ള മുസ്ലിം ലീഗ് കാണിച്ചിട്ടുള്ള പ്രത്യേക താല്പര്യം, UDF ഒറ്റക്കെട്ടായിരുന്നുണ്ട്. മുസ്ലിം ലീഗും കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കന്മാരും ഒറ്റക്കെട്ടായിരുന്നുണ്ട്. കോൺഗ്രസ് എന്നോ UDFിലെ ഘടകകക്ഷികളൊന്നും ഇല്ലാതെ UDF എന്ന് പറയുന്ന ഒറ്റ ക്യാൻവാസിൽ നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി വളരെ സജീവമായി പ്രവർത്തിച്ചതിൻ്റെ റിസൾട്ട് കൂടിയാണ് ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ്. തീർച്ചയായിട്ടും വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാനത്ത് 100-ലധികം സീറ്റുകളുടെ പിൻബലത്തോടെ ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ കഴിയുന്ന കാര്യത്തിലൊരു തർക്കവും വേണ്ട. ശരി, ഓക്കെ. ശ്രീ ഹംസ പറക്കാട്ട്, ഇപ്പൊ ഇന്ന് റിസൾട്ട് വന്നതിന് ശേഷം PV അൻവർ ഒരു പ്രോ UDF സ്റ്റാൻസ് ആണ് എടുക്കുന്നത്. ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഇന്നലെ രാത്രി ക്രോസ് വോട്ട് ചെയ്തു, ആര്യാടന്റെ വോട്ടുകൾ സ്വരാജിലേക്ക് പോയി എന്നൊക്കെയാണ് പറഞ്ഞത്. ഇന്ന് റിസൾട്ട് വന്നതിന് ശേഷം അദ്ദേഹം പ്രോ UDF സ്റ്റാൻസ് എടുക്കുന്നു. അതിനെ അടൂർ പ്രകാശും അതുപോലെ തന്നെ മറ്റ് നേതാക്കളും സണ്ണി ജോസഫും ഒക്കെ വെൽക്കം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ഇതുപോലെ ഈ പരിപാടിയിൽ നമ്മുടെ VD സതീശൻ അതിഥിയായി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് അൻവറിന്റെ കാര്യത്തിൽ ഇനി വാതിൽ തുറക്കുമോ എന്ന്. നോ കമന്റ്സ് എന്നാണ് ഉത്തരം. എന്ന് പറഞ്ഞാൽ VD സതീശൻ ഇക്കാര്യത്തിൽ ഖണ്ഡിതമായ തീരുമാനമുണ്ട്. ഇന്നിപ്പോൾ UDFനെ പുകഴ്ത്തി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാണ്. ഇന്നൊരു ദിവസം UDFനെ പുകഴ്ത്തി പറഞ്ഞല്ല, അദ്ദേഹം രാജിവെച്ച് ഇറങ്ങി വന്ന ആ ഘട്ടം മുതൽ അദ്ദേഹം നിരുപാധിക പിന്തുണ UDFന് കൊടുത്തതായിരുന്നു. ആ കാര്യത്തിലൊരു സംശയവുമുണ്ടായില്ല. ഇന്നൊരു ദിവസം കൊണ്ടുണ്ടായതല്ല. UDF നേതൃത്വം അത് മനസ്സിലാക്കുന്നതിൽ വഴുകിപ്പോയി എന്നുള്ളത് വെച്ചാൽ UDF നേതൃത്വം കുറച്ചുകൂടി അവധാനതയോടുകൂടി ആ വിഷയം കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ കോഴിക്കോട് ചേർന്ന UDF നേതൃത്വം തീരുമാനിച്ചതാണ് അസോസിയേറ്റഡ് പാർട്ടിയായി PV അൻവറിനെ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയും ഈ വിവരം PV അൻവറുമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചർച്ച നടത്തുകയും ചെയ്തതാണ്. ആ കാര്യത്തിലുണ്ടായ കാലതാമസവും പിന്നീട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ പോലും PV അൻവറിനെ UDFൻ്റെ ഘടകകക്ഷിയായി ഉൾപ്പെടുത്താൻ തയ്യാറാകാതെ വന്നതുമാണ് അദ്ദേഹത്തെ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഇപ്പോൾ അദ്ദേഹം എന്താണ് ഈ രീതിയിൽ സംസാരിച്ചത്? ഇന്നത്തെ പത്രപ്രസ്ഥാനത്തിൽ അദ്ദേഹം പറയാനുണ്ടായ കാരണം എന്താണ്? ഈ പിണറായിസം ഇവിടെ അവസാനിപ്പിക്കുന്നതിന് PV അൻവറിന് ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്തെ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിൽ 20,000 വോട്ട് PV അൻവറിനോടൊപ്പമുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ക്രോസ് വോട്ട് പോയി എന്നുള്ളത് സത്യമായ കാര്യമാണ്. 10,000 വോട്ട് ക്രോസ് വോട്ട് പോയില്ലായിരുന്നുവെങ്കിൽ ആ വോട്ട് കൂടി PV അൻവറിന് വരേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞ PV അൻവർ ഈ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്നും അതുകൊണ്ട് PV അൻവർ കൂടി മുന്നണിയുടെ ഭാഗമായാൽ 2026 പൊതു തെരഞ്ഞെടുപ്പിനും വരുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലും UDFന് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള ആ അർത്ഥത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതാണ് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചത്. എല്ലാവരും ഒരു സ്റ്റെപ്പ് താഴ്ത്തിറങ്ങിയാൽ തീർച്ചയായും. പക്ഷേ ഇപ്പോൾ UDF ഒരു ഡ്രീം റണ്ണിനാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിവിധ ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നു. ആ ഡ്രീം റണ്ണിൽ നിൽക്കുമ്പോൾ എന്തിനാണ് നീ പുറത്തുനിന്ന് ഒരാളുടെ സഹായം എന്നുള്ള ചോദ്യം സ്വാഭാവികമായി UDFകാർക്ക് ഉണ്ടാവില്ല. എനിക്ക് ഒരു ഇടവേള കൂടി അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ഉടനെ മറ്റു 2 പാനലിസ്റ്റുകളിലേക്ക് പെട്ടെന്ന് ഞാൻ മടങ്ങി. ചർച്ചയിലേക്ക് വീണ്ടും ജയിക്കിന് താമസിയാതെ ചർച്ചയിൽ നിന്ന് പോകേണ്ടതുകൊണ്ട് ഒരു ചോദ്യം ജയിക്കിലേക്ക് പോവുകയാണ്. നേരത്തെ ശ്രീ ജ്യോതി ഉന്നയിച്ച വിഷയങ്ങളിലടക്കം ശ്രീ ജയിക്ക്, പിണറായി 3.0 അല്ലെങ്കിൽ ഞങ്ങളുടെ തുടർഭരണം വീണ്ടും എന്നുള്ളത് LDF കഴിഞ്ഞ കുറച്ച് നാളുകളായി കെട്ടിപ്പൊക്കിക്കൊണ്ട് വന്നിരുന്ന ഒരു നറേറ്റീവായിരുന്നു. ഇതോടുകൂടി നിലമ്പൂരോടുകൂടി അത് തകർന്നു വീണോ? അത് അപരിഹാര്യമാം വിധം അവസാനിച്ചോ?
ഒരിക്കലുമില്ല. എന്തുകൊണ്ട് തുടർ ഭരണത്തിൻ്റെ തുടർച്ചയ്ക്ക് കേരളം സാക്ഷ്യം വഹിക്കും, അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ വരാം. പക്ഷേ തൊട്ടു മുമ്പ് അങ്ങ് ചർച്ചയുടെ ഉയർന്ന ജനാധിപത്യ ബോധം എന്ന നിലയിൽ ഞാൻ ഉന്നയിച്ച എല്ലാത്തരം കാര്യങ്ങൾക്കും ആവശ്യമായ സമയമെടുത്ത് പ്രതികരണം നടത്താൻ UDF-ന്റെ പ്രതിനിധിക്ക് അങ്ങ് അവസരം കൊടുത്തു. UDF-ന്റെ പ്രതിനിധി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ വേണമെങ്കിൽ തെറ്റിദ്ധരിക്കാൻ സാധ്യത. അല്ല, ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. UDF-ന്റെ പ്രതിനിധി എന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വേണമെങ്കിൽ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. കാരണം UDF-ന്റെ തന്നെ 2 പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒന്ന് കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്, കോൺഗ്രസിന്റെ പ്രബല ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ്. ഞാൻ ലീഗിന്റെയും BJP-യുടെയും പ്രതിനിധികളുടെ പല അവകാശവാദങ്ങളോടും പ്രതികരിക്കാനുള്ള സമയം പോലും എനിക്ക് ലഭിച്ചില്ല. കോൺഗ്രസ് പ്രതിനിധിയുടെ വാദങ്ങളോട് മാത്രമാണ് ഞാൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അത് വേറൊന്നുമല്ല, ഇത്രയധികം അതിഥികൾ അല്ലെങ്കിൽ പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഏകപക്ഷീയമായി ഞാൻ മാത്രം അത്തരത്തിലൊരു സമയാപഹരണം നടത്തുന്നത് ശരിയല്ല എന്നൊരു ധാരണപ്രദമാണ്. എന്തായാലും കോൺഗ്രസിന്റെ പ്രതിനിധി സജീവമായി സമയമെടുത്തുകൊണ്ട് ദീർഘമായ മറുപടി അദ്ദേഹം നടത്തുകയുണ്ടായി. എല്ലാ കാര്യങ്ങളിലേക്കൊന്നും സ്വാഭാവികമായി ഞാൻ പോകുന്നില്ല. പക്ഷേ പ്രധാനമായി 2 കാര്യങ്ങൾ അദ്ദേഹം അങ്ങേയറ്റം ആക്ഷേപകരമായ രീതിയിൽ അദ്ദേഹം പറയുന്നു. ജനിച്ച നാട്ടിൽ, ജനിച്ച മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടതായി വന്നില്ലേ? ഇപ്പം ഞാൻ സത്യസന്ധമായി നമ്മളെല്ലാവരും രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു വ്യക്തി ജനിക്കുന്ന നാട്, അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന പഞ്ചായത്ത്, അദ്ദേഹത്തിൻ്റെ മണ്ഡലം, അങ്ങനെയൊക്കെ നിലയിൽ അങ്ങേയറ്റം വ്യക്തി കേന്ദ്രീകൃതമായിട്ടാണോ അങ്ങ് നമ്മൾ രാഷ്ട്രീയത്തെ കാണേണ്ടത്? വ്യക്തി കേന്ദ്രീകൃതമായി ജനിച്ച നാടും ജനിച്ച ഗ്രാമപഞ്ചായത്തും ജനിച്ച മണ്ഡലവും ഒക്കെ വെച്ചിട്ട് രാഷ്ട്രീയത്തെ വിലയിരുത്തുകയാണെങ്കിൽ ആരോടൊക്കെ എവിടേക്കൊക്കെ ഫ്ലൈറ്റ് പിടിച്ച് രാജ്യം വിടാൻ പറയേണ്ടതായിട്ട് വരും? ഭൂഖണ്ഡാതിർത്തി പുറത്ത് പറഞ്ഞു വിടേണ്ട വരുന്ന MP-മാർ ഇന്ത്യയിലുണ്ടായിരിക്കില്ലേ? അത് ഏത് പാർട്ടിയുടെ നേതാക്കന്മാരാണെന്ന് കോൺഗ്രസ് പ്രതിനിധിയെ ഞാൻ ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ടോ? അപ്പോൾ എന്നേക്കാൾ മുതിർന്ന പ്രായവും അനുഭവവും അറിവുമുള്ള ബഹുമാനീയനായ കോൺഗ്രസ് പ്രതിനിധി ജനിച്ച നാടും പഞ്ചായത്തും വെച്ചിട്ട് രാഷ്ട്രീയത്തെ വിലയിരുത്താൻ തുടങ്ങിയാൽ കോൺഗ്രസിന്റെ പുകൾപ്പറ്റകൾ ഒറ്റ നേതാക്കന്മാരും ഈ നാട്ടിലേക്ക് വണ്ടി പിടിച്ച് വരാൻ കഴിയില്ല. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം. ഒരു വിരൽ ഇങ്ങോട്ട് ചൂടുമ്പോൾ 4ഉം സ്വന്തം നെഞ്ചിലേക്കാണെന്ന് കോൺഗ്രസ് പ്രതിനിധി അല്പം ചരിത്രാവബോധവും മര്യാദയും വിവേകവും ഉണ്ടെങ്കിൽ അങ്ങ് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ജനിച്ച നാടിനെ കുറിച്ച് പറയുന്നു അല്ലേ, ജനിച്ച മണ്ഡലത്തെ കുറിച്ച് പറയുന്നു അല്ലേ, മുതുമുത്തശ്ശൻ മുതൽ മുത്തശ്ശി മുതൽ മാതാപിതാക്കൾ മുതൽ തലമുറ കൈമാറി കൊടുത്ത മണ്ഡലത്തെ ജനങ്ങൾ മുച്ചൂടുകോട് മുടിപ്പിച്ച് ഇങ്ങോട്ടേക്ക് പാഴ്സൽ ചെയ്ത് വിട്ട നേതാവിനെ എങ്ങനെ വിളിക്കും? ജനിച്ച മണ്ഡലത്തെ മുടിപ്പിച്ചവനെ, അല്ലെങ്കിൽ മുത്തശ്ശി മുതൽ മുതുമുത്തശ്ശൻ മുതൽ മാതാപിതാക്കൾ മുതൽ ജയിപ്പിച്ച് ഇങ്ങോട്ട് തന്ന മണ്ഡലത്തെ നാമാവശേഷമാക്കിയവനെ അങ്ങനെയാണോ AICC യോഗത്തിൽ ലീഡർ ഓഫ് ഒപ്പോസിഷനെ നിങ്ങൾ വിളിക്കാറുള്ളത്? അങ്ങനെയാണോ അദ്ദേഹത്തിന്റെ തോൽവി നേരിട്ട പെൺഹിറ്റ്ലറായിരുന്ന നേതാവിനെ നിങ്ങൾ വിളിക്കാറുള്ളത്? അതുകൊണ്ട് കോൺഗ്രസിന്റെ പുതുപ്പള്ളിയിൽ താങ്കൾ തോറ്റതിനെ കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ ഇതൊന്നും താങ്കളുടെ നിയോജകമണ്ഡലത്തിൽ താങ്കൾ തോറ്റതിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത്. ഇത് മര്യാദയാണെന്ന് പരിശോധിക്കുക. ഇത്രേ ഉള്ളൂ. അങ്ങേക്ക് ഇത് പൊള്ളുവെന്ന് എനിക്കറിയാം. കാരണം എന്താണ്? ഒരു ചർച്ചയിൽ വന്നിരിക്കുമ്പോ എന്ത് മര്യാദക്കെതിരെ പറയുക, തിരിച്ചതേ അളവുകൾ വെച്ച് അങ്ങ് എന്തിനാണ് പിന്നെ ഇടപെടുന്നത്? അങ്ങേക്ക് പ്രയാസമുണ്ടോ? ഞാൻ അങ്ങേ വേറെന്തെങ്കിലും വ്യക്തിപരമായി പറഞ്ഞില്ലല്ലോ. അങ്ങയുടെ അതേ മാരകം വെച്ച് തിരിച്ചു പറഞ്ഞാൽ ഇന്ത്യയിലെ പുകൾപ്പറ്റ പാരമ്പര്യം തലമുറയായി അവകാശപ്പെടുന്ന ജനനാധികാരം എന്നതുപോലെ തറവാടിത്വവും കുടുംബാധികാരവും എന്നതുപോലെ രാഷ്ട്രീയത്തെ സ്വയം നിർണയ അവകാശമായി സ്വീകരിച്ചിട്ടുള്ള പല പ്രമുഖന്മാർക്കും പല പ്രമുഖകൾക്കും പൊള്ളും. അതുകൊണ്ട് ഞാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ അപകസിക്കാൻ ആ മാനകം സ്വീകരിച്ചാൽ ഫ്ലൈറ്റ് പിടിച്ച് വിമാനം ചാർട്ടർ ചെയ്ത് രാജ്യാതിർത്തികളും ഭൂഖണ്ഡാതിർത്തികളും പറന്ന് ആളുകൾക്ക് ഇന്ത്യ വിട്ട് പോകേണ്ടതായി വരും. അതുകൊണ്ട് ആ മാനകം ദയവ് ചെയ്തെടുത്ത് ഇങ്ങോട്ട് വെക്കല്ല. 8 മടക്കി എന്ന് വെക്കാൻ ഞാൻ പറയില്ല. അങ്ങനെ ഇഷ്ടാനുസരണം മടക്കി കിട്ടുമ്പോൾ ഇത്തരം പിന്നെ സാംസ്കാരിക നായകന്മാരെ കുറിച്ച് നന്നായി സാംസ്കാരിക നായകന്മാരെ കുറിച്ച് അങ്ങ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എന്താണ്? പറയുമെന്നല്ലേ? ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് വിമർശനമില്ലേ? വിമർശനം രേഖപ്പെടുത്തുന്നതിന് അന്തസ്സുള്ള ഭാഷയുണ്ട്, അന്തസ്സുള്ള മാനകങ്ങളും ഉപാധികളുമുണ്ട്. കൽപ്പറ്റ നാരായണനെ, MN കാരശ്ശേരിയെ, TF മാത്യൂസിനെ ഞങ്ങൾ എന്താ തിരിച്ചു പറയേണ്ടത്? അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ ഇതാ ഒരു കോൺഗ്രസ് കൊഴലൂത്തുകാരൻ, ഇതാ ഒരു UDF അടിമ, അങ്ങനെ ഞങ്ങൾ പറയണോ? അങ്ങയുടെ പാഠപുസ്തകശാലയിൽ നിന്നല്ല രാഷ്ട്രീയം പഠിച്ചത് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ആരും മരിക്കുന്നിടം വരെ കോൺഗ്രസ് ആയിരിക്കണമെന്ന് ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടുള്ള പപ്പേട്ടൻ മുതൽ ആദരണീയനായ മലയാള സാഹിത്യ ലോകത്തിന്റെ പ്രതീകങ്ങളായിട്ടുള്ള കാരശ്ശേരി
കോഴഞ്ചേരി മാഷയും അതേപോലെ തന്നെ TF മാത്യൂസിനെയും കൽപ്പറ്റ നാരായണനെയും ഒന്നും ഞങ്ങളാരും അടിമയെന്നോ കൊഴലൂത്തുകാരനെന്നോ ഞങ്ങൾ വിളിക്കില്ല. അപ്പോ രാഷ്ട്രീയ വിമർശനം എങ്ങനെ നടത്തണമെന്നതിനെ സംബന്ധിച്ച് അങ്ങ് കുറച്ചുകൂടെ പഠിക്കണം. എന്റെ കയ്യിൽ നിന്ന് പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. അങ്ങ് സൗകര്യം കിട്ടുമ്പോൾ പണ്ഡിറ്റ് നെഹ്റു ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ അധികായന്മാരിൽ നിന്ന് അങ്ങ് പഠിക്കണമെന്നുള്ളതാണ് എനിക്കതിനെ സംബന്ധിച്ച് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ ആങ്കറുടെ ചോദ്യത്തോട് മറുപടി പറഞ്ഞ് ഞാനത് ഭാഗം അവസാനിപ്പിക്കാം. തുടർഭരണത്തിന് തുടർച്ചയില്ലാതാകുമോ? 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായ വിജയം കൈവരിക്കപ്പെട്ടപ്പോൾ ആദരണീയനായ കോൺഗ്രസ് പ്രതിനിധിയുടെ ഉറ്റ സ്നേഹിതനായ നേതാവ് ഒരു ആലപ്പുഴയിലെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് 2021 ശേഷം പറഞ്ഞു, മുഖ്യമന്ത്രിയായിരിക്കാൻ എന്റെ സ്വപ്നമായിരുന്നു, പക്ഷെ നടന്നില്ല. 2019 തെരഞ്ഞെടുപ്പ് വിജയം കണ്ടപ്പോൾ ഞാൻ അങ്ങ് ആഗ്രഹിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കളയാവുന്ന. ഇപ്പൊ അദ്ദേഹം പ്രതിപക്ഷ നേതൃത്വത്തിൽ പോലും ഇല്ല. അതുകൊണ്ട് ഇത്തരം ആഗ്രഹങ്ങൾ പല ചെറുതും വലുതുമായ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നവരുണ്ടായിരുന്നു. ഇരിക്കട്ടെ, ഞാൻ അതിനെയൊന്നും തള്ളിക്കളയുന്നില്ല. താൽക്കാലികമെങ്കിലും ഈ തിരിച്ചടിയെ അതായി തന്നെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇതിൽ നിന്ന് ഉൾക്കൊണ്ടേണ്ട പാഠത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വർദ്ധിത വീര്യത്തോടുകൂടെ ഇടതുപക്ഷ വിരുദ്ധ ദുഷ്ടശക്തികളെ തകർത്തുകൊണ്ട് തന്നെ സഖാവ് M. സ്വരാജ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ 2026 കേരളത്തിൽ ഇടതുപക്ഷം ഈ ചരിത്ര തുടർഭരണത്തിന്റെ തുടർച്ച സൃഷ്ടിക്കാൻ വീണ്ടും ഇവിടെ തന്നെ വരും. എവിടെയും ആരും ഒളിച്ചോടാൻ പോകുന്നില്ല. പാർലമെന്റിലോ പഞ്ചായത്തിലോ തോറ്റാൽ ഈ പരിപാടി അവസാനിപ്പിച്ച് പോകുന്ന സമീപനം കോൺഗ്രസിനും UDF-നും കാണും. ആ അളവുകൾ ഞങ്ങളുടെ അടുക്കലേക്ക് വെച്ച് ഞങ്ങളെ അളക്കല്ല. ഞങ്ങളുടെ അടിസ്ഥാന ജീവിത ലക്ഷ്യം ഇതല്ല. ദയവായി അങ്ങ് അത് മനസ്സിലാക്കണം. ശരി, ശ്രീ PR ശിവശങ്കർ, ഇപ്പോൾ ഇവിടെ നോക്കൂ, 2026 സംബന്ധിച്ച് വലിയ സ്വപ്നങ്ങൾ UDF-നെ സംബന്ധിച്ചുണ്ട്. അവർക്ക് അതിന് ന്യായമുണ്ട്. എനിക്ക് മറുപടി പറയണം. അദ്ദേഹം അവിടെ ഉണ്ട്. 2021 മുതൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF-ന്റെ വോട്ട് വിഹിതം അല്ലെങ്കിൽ അവരുടെ മാർജിൻ ഒക്കെ വർദ്ധിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി നിലമ്പൂരും. അപ്പോൾ ഈ കേരളത്തിൽ ഈ പറഞ്ഞ LDF UDF ബൈനറി അത് അതേപോലെ തന്നെ തുടരുകയും BJP-ക്ക് ഒരു മൂന്നാം ശക്തി എന്നുള്ള നിലയിലുള്ള സ്പേസ് ഇല്ലാതാവുകയുമാണ്. ഇത് LDF UDF എന്നുള്ള ആ നിലയിലേക്ക് രണ്ട് വലിയ മുന്നണികളുടെ മത്സരം മാത്രമായി 2026 പരിമിതപ്പെടുകയാണോ? പക്ഷേ ഞാൻ അങ്ങയുടെ ചോദ്യത്തിന് തീർച്ചയായിട്ടും ഞാൻ ഉത്തരം നൽകാം. പക്ഷേ അതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞു പോയില്ലെങ്കിൽ ഈ ചർച്ചയിലെ BJP-യുടെ ഒരു ചില എക്സ്ട്രീം ഉത്തരങ്ങൾ അത് ശരിയാവില്ല എന്ന് വിചാരിക്കുന്നു. ഒന്ന്, ഇത് BJP-യിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിക്കെതിരെ ഏകനായിട്ടാണ് ഞാൻ പൊരുതുന്നത്. ജയിക്ക് പറഞ്ഞ് അവിടെ 2 UDF-കാരുണ്ടെന്ന്. ഇവിടെ മുഴുവൻ ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷികളാണ് ചുറ്റും. അത് കാരണം അത്തരം രാഷ്ട്രീയം പറയാൻ എനിക്ക് കൂടി ഒരു സമയം അല്പം തരണം. ഏതായാലും 8 വരെ സമയമുണ്ടല്ലോ, ഞാൻ കുറച്ച് സമയം എടുത്ത് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, ഞാൻ ആദ്യം സാംസ്കാരിക നായകന്മാരുടെ കണക്കുകളൊക്കെ പറഞ്ഞപ്പോൾ ഞാനും അവിടെ തിരഞ്ഞെടുപ്പിൽ ഒരല്പം വിഷമത്തോടെയാണ് ഈ സാംസ്കാരിക നായകന്മാരുടെ പേര് വായിച്ചത്. സ്വരാജിനെ ജയിപ്പിക്കണമെന്നുള്ള ഒരു ലിസ്റ്റുമായിട്ട് വന്നപ്പോൾ ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അത് ജ്യോതികുമാർ ഒന്നും കൂടെ ആലോചിക്കണം. ഇവരൊക്കെ നിരന്തരം അവരെ പിന്തുണയ്ക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇപ്പോൾ ഏതായാലും അവരൊക്കെ പിന്തുണച്ചിട്ട് എന്തായി സംഭവിച്ചതെന്ന് അറിയാലോ. അത് കാരണം എനിക്കിപ്പോൾ അത്ര വിഷമമില്ല ഇവരുടെ ഈ പിന്തുണയിൽ. 2, ഈ നേരത്തെ ജയിക്ക് പറഞ്ഞതിൻ്റെ മറ്റൊരു ഭാഗം, ഈ ഗാന്ധി കുടുംബത്തിന് വർഷങ്ങളായി മത്സരിക്കുന്നു, അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിന് ഭാരതത്തിലെ മറ്റേത് മണ്ഡലങ്ങളെക്കാൾ മത്സരിക്കുവാൻ ധൈര്യമുള്ള മണ്ഡലത്തിൻ്റെ ഒരു ഭാഗം, ആ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിക്കുവാനായിട്ടും ജമായത്തയുടെ പിന്തുണ വേണം എന്നുള്ള ഗതികേടിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് 0.1% മാത്രം കേട്ടോ വോട്ട് കുറഞ്ഞു എന്നുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭൂതക്കണ്ണാടിയിൽ വെച്ച് കണ്ടുപിടിച്ച ജ്യോതികുമാറിൻ്റെ ആ ഒരു രാഷ്ട്രീയ സാമർഥ്യം അത് ഞാൻ കണ്ടില്ല എന്ന് നടിക്കുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷിബു എല്ലാം നേരത്തെ പറഞ്ഞൊരു ലെഗസി ഉണ്ടല്ലോ. ആ ലെഗസിയെ എങ്ങനെയാണ് കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിന് മുൻപിൽ രാഹുൽ ഗാന്ധിയുടെയൊക്കെ തിരഞ്ഞെടുപ്പിൽ കൊടി പോലും പിടിക്കരുത് എന്ന് പറഞ്ഞ ചങ്ക് പറിച്ചു കൊടുത്ത ലെഗസിയെ മാറ്റിവെച്ച ചരിത്രവും നമ്മൾ കണ്ടു. അപ്പോൾ കഴിഞ്ഞ 2 തവണയും ഈ ലെഗസിയൊന്നും അവിടെ വർക്ക് ചെയ്തില്ല. അതല്ലെങ്കിൽ വർക്ക് ചെയ്തപ്പോൾ ഏതാണ്ട് 1 ലക്ഷം വോട്ട് കിട്ടി. ഇപ്പോൾ അദ്ദേഹം ജ്യോതി പറയുന്നത് പോലെ വലിയ നേട്ടം പിടിച്ചപ്പോൾ 77,000 ഏതാണ്ട് 25,000 വോട്ടിൻ്റെ കുറവും വന്നു. എന്നിട്ടും പറയാണ് BJP-ക്ക് 0.01% വോട്ട് കുറഞ്ഞു എന്നതാണ് ആരോപണം. അപ്പോൾ നിങ്ങളുടെ ഈ കുറവിന് ഒരു പ്രശ്നവുമില്ല. എന്നിട്ടും പറഞ്ഞു നോക്കൂ, കുഞ്ഞാലിക്കുട്ടിയും മറ്റും എണ്ണയിട്ട യന്ത്രങ്ങൾ പോലെ ജീവിതത്തിൽ ഒരിക്കലും മറ്റ് സ്ഥാനാർത്ഥികളെ പോലെ വോട്ട് മേടിക്കാൻ വേണ്ടി രാവിലെയും വൈകുന്നേരവും വീടുകൾ കയറി ഇറങ്ങി. എന്നിട്ടുമാണ് ഈ വിജയം വന്നിരിക്കുന്നത്. ഇവിടെ ഏറ്റവും ശക്തമായ ആൻറ്റി ഇൻകംബൻസി ഗവൺമെൻറ്റിനെതിരെയുള്ള ശക്തമായ തരംഗമുണ്ടായിട്ടും അത് നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ടും BJP-യുടെ 0.1% കുറഞ്ഞു എന്നാണ് ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദേശീയ രാഷ്ട്രീയത്തിൽ ഈ സംസ്ഥാനത്തിന് നൽകിയ ഏറ്റവും വലിയ വോട്ട് അതുപോലും പിടിക്കാൻ പറ്റിയില്ല. ഇത്ര വലിയ ഈ ജമായത്തെ ഇസ്ലാമിയുടെയും അതുപോലെ തന്നെ ഇത്രയേറെ ഒരിക്കലും ഉണ്ടാവാത്ത തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നേതാക്കൾ വന്ന് MLA-മാരും രാഷ്ട്രീയ നേതാക്കളും നേരത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് പറഞ്ഞതുപോലെ എല്ലാ കുഞ്ഞാലിക്കുട്ടിയടക്കം അദ്ദേഹത്തിൻ്റെ സമൃദ്ധ എല്ലാ നേതാക്കളും അടക്കം
അടക്കം അവിടെ വീട് കയറി വോട്ട് ചോദിച്ചിട്ടും സംസ്ഥാനത്ത് ഇത്രയേറെ അപകടങ്ങൾ ഉണ്ടായിട്ടും ജനങ്ങൾക്ക് ശക്തമായ എതിർപ്പുണ്ടായിട്ടും സംസ്ഥാനത്തെ UDF ഇത്രേ നേട്ടം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എത്ര വോട്ടാണ് കൂട്ടിയത്? അപ്പോൾ ഇതൊരു രാഷ്ട്രീയമായ വിജയമല്ല എന്ന് BJPയുടെ വാദമുഖത്തെ അംഗീകരിക്കുന്നതാണ് ഇവരുടെ വാദമുഖങ്ങൾ തന്നെ നിരന്തരം പറയുന്നത്. അത് ഇത്രയേറെ പ്രവർത്തനമില്ലായിരുന്നെങ്കിൽ ഇവർക്ക് വളരെ മോശമായ ഒരു റിസൾട്ടായി വന്നിരുന്നതിനെ ഇതല്ലേ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരൊറ്റ കാര്യം കൂടി. ഈ എനിക്ക് എത്ര മിനിറ്റ് കിട്ടും ഞാനത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അല്ല ഈ കഴിഞ്ഞ 2 തവണ ഇപ്പം ഞാൻ അദ്ദേഹം പേഴ്സൻറ്റേജ് വോട്ട് പറഞ്ഞു, ഞാൻ പറയേണ്ടെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അവർ ഇത്തവണ കിട്ടിയത് 77,737 വോട്ട്. കഴിഞ്ഞ 2021 എത്ര കിട്ടിയത്? 76,834. 903 വോട്ടാണ് കൂടുതൽ കിട്ടിയേക്കണത് ഇത്രയൊക്കെ ചെയ്തിട്ടും. അതായത് തങ്ങളുടെ ഏതോ 16, 20, 40 സഖ്യകക്ഷികളുമുണ്ട്. ആ സഖ്യകക്ഷിയുടെ പുറത്ത് ഇപ്പോൾ ജമാഅത്തിയെ പോലൊരു വലിയ സഖ്യകക്ഷിയെ തേടുന്നു. മറ്റ് മുന്നണികളിൽ നിന്നെല്ലാം വോട്ട് മേടിക്കുന്നു. വലിയ രീതിയിൽ സാമ്പത്തിക പ്രവർത്തനം നടത്തുന്നു. പിന്നെ ഇപ്പോൾ അൻവറിൻ്റെയൊക്കെ വിജയം നമുക്കറിയാം. കളങ്കിത പണത്തിൻ്റെ കുത്തൊഴുക്കായിരുന്നില്ലേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ, അവസാനത്തെ ദിവസങ്ങളിൽ. അപ്പോൾ നമുക്കറിയാം. എന്നിട്ട് അവിടെ ഒരു അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ശക്തമായ എതിർപ്പുണ്ടാക്കുന്നു. CPM-ഉം പോലീസും അതിനെ കൊടുക്കുന്നു. കാരണം വേണമെങ്കിൽ അൻവർ വോട്ട് പിടിച്ചോ UDF-ന്റെ ഇന്ന് അവസാനം ഏതായാലും തോറ്റു എന്നുള്ള ഉറപ്പായിരിക്കുന്നു. ഇതല്ലേ അവിടെ നടന്നത് യഥാർത്ഥത്തിൽ. അത് ശ്രീ അഭിലാഷിനും അറിയാം, ഇവിടെ രാഷ്ട്രീയം പങ്കെടുക്കുന്ന രാഷ്ട്രീയം അറിയുന്ന ഏതൊരാൾക്കും അറിയാം ഇതായിരുന്നു സംഭവിച്ചത് എന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതിനെയൊക്കെ മറ്റൊരു പുതപ്പുകൊണ്ട് മൂടുന്നു. എന്നിട്ട് പറയുകയാണ് ഇത് മതേതര കേരളത്തിൻ്റെ ഒരു നേട്ടമാണെന്ന്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ലെഗസിയെക്കുറിച്ച് പറയുമ്പോൾ ഇവർ ആലോചിക്കേണ്ടത് 1947 ലെഗസിയാണോ, മാറാടിലെയും മട്ടാഞ്ചേരിയിലെയും പൂന്തുറയിൽ ലെഗസിയാണോ ഞങ്ങളും സാധാരണ ജനങ്ങളും ആഗ്രഹിക്കേണ്ടത്, കാണേണ്ടത്, അല്ലെങ്കിൽ അതെന്ത് ലെഗസിയാണെന്നും കൂടി ജനങ്ങൾ ചോദിക്കും. അതുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളെ അമിതമായി ഈ പറയുന്ന രാഷ്ട്രീയത്തിനുപരി, വികസനത്തിനുപരി ഇവിടെ വർഗീയവാദത്തിൻ്റെയും അതുപോലെ തന്നെ മതാന്ധതയുടെയും കൂടെ നടക്കുവാനും അതിൻ്റെ അഡിക്റ്റാക്കുവാനുമായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഈ 2 കൂട്ടരും ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വിജയമാണ്. പക്ഷേ ഇത് ആത്യന്തികമായിട്ടല്ല എന്ന് ഞാൻ ഉറക്കുന്നു. ഇത് കേരളത്തിൻ്റെ വിജയവുമല്ല. ഈ സംസ്ഥാനത്തെ ഒരു പ്രത്യേക വിഭാഗത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക മണ്ഡലത്തിൽ മാത്രം നടക്കുന്ന ഒരു പ്രതിഭാസമായി ഞാൻ അതിനെ കാണുന്നു. ഇതിനെ കേരള ജനത തീർച്ചയായും പഠിക്കുകയും ഇതിന് വിരുദ്ധമായ ഒരു വലിയ തിരഞ്ഞെടുപ്പിൽ, ഞാനതാണ് താങ്കൾ പറഞ്ഞതിൻ്റെ ഉത്തരം, ഈ തിരഞ്ഞെടുപ്പിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു മണ്ഡലങ്ങളിൽ ഞങ്ങൾക്കും മറ്റു പല മണ്ഡലങ്ങളിലും വലിയ വിജയസാധ്യതയും ഞങ്ങൾ 1ാം സ്ഥാനത്ത് എത്തിയ 10ഓളം നിയോജക മണ്ഡലങ്ങളും 2ാം സ്ഥാനത്ത് ചെറിയ മാർജിനിൽ നഷ്ടപ്പെട്ട 10, 20 മണ്ഡലങ്ങളുമുണ്ട്. അപ്പോൾ ഒരു സംശയവുമില്ല 2026 ഇതിന് വിരുദ്ധമായ ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഉറപ്പായിട്ടും ഈ കേരളത്തിൽ ഉദാഹരണങ്ങളാണ് ത്രിപുരയിലും. ശരി, മനസ്സിലായി. ശ്രീ ഷിബു മീരാൻ, ഒരു ബാറ്റിൽ കഴിഞ്ഞു, അത് നിങ്ങൾ വിജയിച്ചു. പക്ഷെ വാർ വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് 2026 എല്ലാ മിഷനറിയും ഒരു മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് അത്യധ്വാനം ചെയ്തപ്പോൾ റിസൾട്ട് ഉണ്ടായി, ശരിയാണ്. പക്ഷേ 140 മണ്ഡലങ്ങളിലും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു മണ്ഡലത്തിൽ ഇതുപോലെ കേന്ദ്രീകരിച്ചതുപോലെ പ്രവർത്തിക്കാനോ ഇതുപോലെ മെഷീനറി ചലിപ്പിക്കാനോ കഴിയില്ലല്ലോ. ഒരു പൊതു നറേറ്റീവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. അപ്പോൾ ഇവിടെ പയറ്റിയ കാര്യങ്ങളൊക്കെ മതിയാവുമോ എന്ന പ്രശ്നം. പിന്നെ ഉയർന്നിട്ടുള്ള വിവിധ വിഷയങ്ങളുണ്ട്. അതൊരു ലാർജർ കോണ്ടെക്സ്റ്റിൽ സംസ്ഥാനമാകെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നിലമ്പൂരിലുണ്ടായ റിസൾട്ട് ആയിരിക്കുമോ മറ്റേയിടത്ത് വേറൊരു സ്ഥലത്ത് എന്നുള്ള പ്രശ്നം കൂടി നിങ്ങൾ ആലോചിക്കേണ്ടി വരില്ലേ? തീർച്ചയായും അഭിലാഷ് ഇവിടെ ഉന്നയിച്ച 1-2 കാര്യങ്ങൾ. ഇപ്പോൾ ഏത് ലെഗസിയാണ് എന്ന് ആവർത്തിച്ച് ഇവിടെ 48-ലാണെന്നൊക്കെ ചോദിക്കുന്ന കേട്ടു. നമ്മൾ അവിടേക്ക് ഒന്നും പോകണ്ടെന്നേ, നമ്മൾ ഈ മഞ്ചേശ്വരം വരെ പോയാൽ മതി. ഈ BJPയും ഞങ്ങളും നേർക്കുനേരെ മത്സരിക്കുമല്ലോ. അവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട മനുഷ്യരല്ല, ഞങ്ങളുടെ ഹൈന്ദവ സഹോദരന്മാർ ധാരാളം അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളും നിങ്ങളും ഇങ്ങനെ മുഖാമുഖം നിൽക്കുമ്പോൾ മഞ്ചേശ്വരത്തും കാസർഗോഡും ഞങ്ങളുടെ ആ കൂടപ്പുറപ്പുകൾ ഞങ്ങളുടെ കോണിച്ചിഹ്നത്തിൽ വോട്ട് തന്ന് ഞങ്ങളെ കേരള നിയമസഭയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്ന ലെഗസി ഉണ്ടല്ലോ. ഈ ഹെലികോപ്റ്ററിൽ ഈ ഇഠാവട്ടത്തിലുള്ള കേരളത്തിൽ തെക്ക് വടക്ക് പറന്ന് നടക്കുന്ന നിങ്ങളുടെ പഴയ സംസ്ഥാന പ്രസിഡന്റ് 2ഇടത്തും തോറ്റപ്പോൾ 1ഇടത്ത് ഞങ്ങളുടെ ആ സഹോദരന്മാരുടെ വോട്ട് കൂടി വാങ്ങി ഞങ്ങൾ തോൽപ്പിക്കുന്ന ലെഗസി ഇല്ലേ, ആ ലെഗസിയുടെ പേരാണ് മുസ്ലിം ലീഗ്. അത് ബാബറി മസ്ജിദ് തകർന്ന കാലത്തൊക്കെ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച നിലപാടാണ്. അതുകൊണ്ടാണ് നിങ്ങളെക്കാൾ ഇപ്പോഴും ആ സഹോദരങ്ങൾ ഞങ്ങളെ വിശ്വസിച്ച് പോകുന്നത്. ആ ലെഗസിക്ക് ഒരു കോർണം സംഭവിച്ചിട്ടില്ല. അതിൽ നല്ല അഭിമാന ബോധം ഞങ്ങൾക്കുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് CPM-ന്റെ പ്രതിനിധി പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയ ചില കാര്യങ്ങൾ ഞാൻ 1-2 കാര്യങ്ങൾക്ക്, ബാക്കിയൊക്കെ ജ്യോതിച്ചേട്ടൻ വിശദമായി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എപ്പോഴാണ് ഡോക്ടർ പ്രിയപ്പെട്ട അഭിലാഷ് ഈ സാംസ്കാരിക നായകന്മാരുടെ നിലപാട് നമുക്ക് വിമർശിക്കേണ്ടി വരിക? കേരളത്തിന്റെ ഒരു പൊതു പാരമ്പര്യത്തിൽ ഞങ്ങൾ ഭരിച്ചാലും ഇവർ ഭരിച്ചാലും അവരെല്ലാ കാലത്തും പ്രതിപക്ഷമായിരിക്കുക. അവരുടെ കവിതകൾ, അവരുടെ പിന്നെ മറ്റ് എഴുത്തുകൾ എല്ലാം
ഭരണകൂടത്തെ വിമർശിക്കുന്നതായിരിക്കുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. അതിവിടെ അട്ടിമറിക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പുതിയ വാക്കുകൾ വന്നല്ലോ. പിന്നെന്താണ്, പിണറായിസം എന്നുള്ള വാക്ക് വന്നു, മരുമോനിസം എന്നുള്ള വാക്ക് വന്നു. അതേപോലെ തന്നെ ഒരു ഘട്ടത്തിൽ അൻവർ സതീശനിസം എന്നൊരു വാക്ക് കൊണ്ടുവന്നു. ഞാൻ അതിലേക്ക് ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ഗുൽമോഹറിസം എന്നാണ്. അവർ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നൊരു മുദ്രാവാക്യം വിയോജിപ്പോടെ ഇടതുപക്ഷം എന്നായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലാവുമ്പോഴോ അതൊരു വലിയ സങ്കടമാണ്, വലിയ നിലവിളിയാണ്. നിലമ്പൂരിൽ ഞങ്ങൾക്ക് വോട്ടില്ലാതെ പോയല്ലോ എന്നാണ്. അവിടെ വന്നിട്ട് ഇവർ പറഞ്ഞാൽ ഇപ്പൊ വേടൻ, റാപ്പർ വേടൻ അല്ലെ, റാപ്പർ വേടന്റെ അമ്മയുടെ ഒരു ചിത്രം കൊടുക്കുമ്പോൾ ആ ചിത്രത്തിലേക്ക് കൂലിപ്പണിക്കാരിയായിരുന്ന വീട്ടുജോലി ചെയ്ത തന്റെ അമ്മയുടെ ചിത്രം, ആ അമ്മയുടെ പഴയൊരു സുഹൃത്ത് ആ വീട്ടിൽ ജോലി ചെയ്തിരുന്ന മഹ്റൂജ എന്ന പെണ്ണ് തരുമ്പോൾ അത് നോക്കി നിറകണ്ണുകളോടെ നിൽക്കുന്ന വേടനെ നമ്മൾ കണ്ടില്ല അഭിലാഷേ. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപല്ലേ അതുപോലെ മക്കളെ പോറ്റാൻ വീട്ടുപണി എടുക്കേണ്ടി വന്ന ബിന്ദു എന്ന് പറയുന്ന ഒരു ദളിത് സ്ത്രീക്ക് കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് ഭരിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ ജാതി അധിക്ഷേപം കേട്ട് കുടിക്കാനൊരിറ്റ് പച്ചവെള്ളം ചോദിച്ചപ്പോ കക്കൂസിൽ പോയി കുടിച്ചോ എന്ന അധിക്ഷേപ വാക്ക് കേൾക്കേണ്ടി വന്നത് ആ വേടന്റെ പാട്ട് കേട്ടവര്, ആ പാട്ടിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചവര്, വേടന്റെ അമ്മയെ സ്നേഹിച്ചവര്, അതേപോലെയുള്ള ബിന്ദു എന്ന സ്ത്രീക്ക് വേണ്ടി കൂടി കണക്ക് തീർത്തപ്പോഴാണ് ചരിത്രത്തിലില്ലാത്ത പരാജയം നിലമ്പൂരിൽ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. പിന്നെന്താ പറഞ്ഞത്, വർഗീയവാദികളുടെ വോട്ട് തേടിപ്പോയത്ര എന്നാണ്. അഭിലാഷ്, താങ്കൾ തന്നെയല്ലേ ആ ഇന്റർവ്യൂ നടത്തിയത്? ആവർത്തിച്ച് താങ്കൾ ഓർമ്മപ്പെടുത്തിയില്ലേ സഖാബെ ഇത് വിവാദമാകില്ലേ എന്ന്? അർദ്ധ ഫാസിസ്റ്റ് തേർവാഴ്ചയുടെ കാലം, അടിയന്തരാവസ്ഥ, ആ അർദ്ധ ഫാസിസ്റ്റ് വാഴ്ചയുടെ കാലത്ത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ RSSന്റെ വോട്ട് തണ്ടിപ്പോയതിന്റെ കഥ ഗൃഹാതുരത്വത്തോടെ ഓർത്തെടുക്കുക. എന്നിട്ടോ മോദി സമ്പൂർണ്ണ വാഴ്ചയുടെ വർത്തമാന കാലത്ത് നിലമ്പൂരായ നിലമ്പൂർ മുഴുവൻ തോക്കിൽ തെരയും നിറച്ച കാട്ടില് ജമാഅത്തെ ഇസ്ലാമിയെ വേട്ടയാടാൻ ഇറങ്ങി പുറപ്പെടുക. ഇവരുടെ തെറ്റായ തലകുത്തി നിൽക്കുന്ന ചരിത്രബോധമില്ലാത്ത ഈ പ്രിയോറിറ്റിക്ക് കൂടി നിലമ്പൂരിലെ ജനങ്ങൾ കടയറ്റു കൊടുത്തിട്ട് ആരാ വർഗീയവാദികളുടെ കൂട്ടുപിടിച്ചത്? തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന പഴയ ആളുകൾ അവരെ നഷ്ടപ്പെട്ടു പോയാൽ മുന്നിലൊരു പരാജയം നിൽക്കുമ്പോൾ നമ്മൾ അവരെ ഓർക്കും. നമ്മൾ ചിലപ്പോൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് കൊടുക്കും, ഐ മിസ് യു എന്ന്. അതുപോലത്തെ ഒരു മെസ്സേജാണ് യഥാർത്ഥത്തിൽ അഭിലാഷ് താങ്കളുടെ മുൻപിലിരുന്ന് ഗോവിന്ദ മാഷ് RSSന് കൊടുത്ത് നമ്മൾ പഴയ ചങ്ങാതിമാരല്ലേ, പഴയ കൂട്ടുകാരല്ലേ, പണ്ട് ഒരുമിച്ച് നിന്നവരല്ലേ, ഈ പ്രതിസന്ധിയിൽ എന്നെ സഹായിക്കാൻ ഓടി വരൂ എന്ന് പഴയ പ്രണയത്തെ ഓർത്തെടുത്ത് ഗോവിന്ദ മാഷ് ഉളുപ്പില്ലാതെ പറഞ്ഞിട്ട് ഗാന്ധിയെ കൊന്നവരുടെ പിന്മുറക്കാരെ വലതു ഭാഗത്ത് നിർത്തി ഫോട്ടോ എടുത്ത് നിലമ്പൂര് മുഴുവൻ പ്രചരിപ്പിച്ചിട്ട് ഇവരാരാണ് എന്ന് പൊട്ടം കളിച്ചിട്ട് വർഗീയതയുടെ കൂട്ടുപിടിച്ചാണ് UDF ജയിച്ചത് എന്ന് പറയാൻ ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ എന്ന് പറയാൻ ഞാൻ ഇത് കൃത്യമായി ഇവിടെ ആര് ന്യായീകരിച്ചാലും അഭിലാഷ് ഇത് ഭരണത്തിനെതിരായ വികാരമാണ്. അവിടെ 7-8 റാലികളിൽ പങ്കെടുത്തില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി? ഇവരുടെ മുദ്രാവാക്യം എന്തായിരുന്നു? സമീപകാലത്ത് ഹിറ്റായ മോഹൻലാലിന്റെ സിനിമയുടെ പേര് തുടരും. എന്ത് തുടരും? ഈ നിലമ്പൂർ ജയിക്കും, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പിടിക്കും, കേരളം ഞങ്ങൾ തുടർന്നും ഭരിക്കുമെന്ന് പറഞ്ഞു. ദേശീയപാതയല്ലാത്ത ഇവരുടെ ഗവൺമെന്റിൻ്റെതായി ഇവരെണ്ണുന്ന നേട്ടങ്ങൾ മുഴുവൻ ഇവര് എണ്ണയിട്ട് പിന്നെ അക്കമിട്ട് അവിടെ നിർത്തി. എന്നിട്ടോ ഇപ്പൊ തെരഞ്ഞെടുപ്പ് തോറ്റല്ലോ. എന്താ തോക്കാൻ കാരണം? ഇവിടെ പിണറായി 3 വേണ്ട എന്ന് നിലമ്പൂരിലെ ജനങ്ങൾ തീരുമാനിച്ചപ്പോ ആ പിന്നെ ഭരണത്തിനെതിരായ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത്. അത് CPM മനസ്സിലാക്കണമെന്നോ പരിശോധിക്കണമെന്നൊന്നും ഞങ്ങൾ ആവശ്യപ്പെടില്ല. കാരണം ഈ വർഗീയതയൊന്നും അല്ല, യഥാർത്ഥത്തിൽ ഭരണത്തിനെതിരായ വികാരമാണ് നിലമ്പൂരിൽ പ്രതിഫലിച്ചത് എന്ന് കണ്ട് CPM ശരിയായ ഒരു പരിശോധനയിലേക്കും തിരുത്തലിലേക്കും പോയാൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ കുടുങ്ങിപ്പോകും എന്നുള്ളത് കൊണ്ട് അവർ ഈ പറയുന്നതൊക്കെ തന്നെ പറഞ്ഞോട്ടെ എന്നാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അഭിലാഷ്, ശരി. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ ഇപ്പൊ BJPയുടെ പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾക്ക് മേൽക്കൈയുള്ള അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ ഒക്കെ എത്താൻ കഴിഞ്ഞ മണ്ഡലങ്ങളിൽ ഞങ്ങളും ഈ സ്ട്രാറ്റജി പരീക്ഷിക്കും എന്ന് പറയുമ്പോൾ ഒരു പാൻ കേരള അപ്പീൽ അല്ലെങ്കിൽ പാൻ കേരള ഇമ്പാക്ട് നിങ്ങളുടെ ഈ വിജയത്തിനുണ്ടാവും. ന്യൂനപക്ഷ വർഗീയതയെ താലോലിക്കുകയാണ് കോൺഗ്രസ് എന്നാണ് അദ്ദേഹം ആനുഷംഗികമായി സൂചിപ്പിച്ചു വെക്കുന്നത്. അത് റിപ്പർക്കഷൻസ് ഉണ്ടാക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നും. അല്ല, BJPയുടെ പ്രതിനിധിക്ക് CPM പരാജയപ്പെട്ടതിൽ എന്തോ സങ്കടമുള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം സംസാരിക്കുന്നത് മുഴുവൻ കോൺഗ്രസിൻ്റെ കൂടെയുള്ളവരെ സംബന്ധിച്ചും കോൺഗ്രസ് എടുത്ത നിലപാടുകളെ സംബന്ധിച്ചുമൊക്കെയാണ്. ഞാൻ അദ്ദേഹത്തോട് തിരിച്ചൊന്ന് ചോദിക്കുന്നത്, അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഞാൻ കണക്ക് പറഞ്ഞു എന്നാണ്. കണക്ക് പറഞ്ഞ് ശരിയാണ്. 4.95 ഉണ്ടായിരുന്നു, 4.94 ഉണ്ടായിരുന്നു, 4.96 ഉണ്ടായിരുന്നു, 4.95 ആയി എന്ന് പറഞ്ഞു. പക്ഷേ താങ്കൾ ഒന്നുകൂടെ മനസ്സിലാക്കണം. കണക്ക് പറയുമ്പോൾ ബാക്കിയോടെ പറയാം. 2016 ഇവിടെ BDJS മത്സരിച്ചപ്പോൾ നിങ്ങൾക്ക് 7.56% ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെക്കാൾ മുകളിലാണ് BDJS എന്ന് താങ്കൾക്ക് ബോധ്യപ്പെടുന്നില്ലേ? BJP എന്തുകൊണ്ട് ഇത്രയും വിഷയമുണ്ടായിട്ട് എന്താ BJP ഇവിടെ വളരാത്തത്? അപ്പോൾ BJPയെ സംബന്ധിച്ച് നിങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ സ്വീകരിക്കുന്ന നടപടികൾ, നിങ്ങൾ ഇതിനെല്ലാം വർഗീയത എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുഖച്ഛായ നിങ്ങളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താ? നിങ്ങളുടെ പിന്നിൽ ആരാ ഉള്ളത്? നിങ്ങളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ ജയിക്ക് എന്ന് പറയുന്ന CPMന്റെ പ്രതിനിധി ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയല്ലോ.
ഞാൻ ചോദിച്ചത് ഇവിടെ പിന്നെ ഈ സാംസ്കാരിക നായകർ മുഴുവൻ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടിറങ്ങി. അങ്ങനെ പിന്തുണച്ചുകൊണ്ടിറങ്ങുമ്പോൾ ഒരു ലോക്കൽ താഴെത്തലത്തിൽ നിന്നും പ്രവർത്തിച്ചു വന്ന SFIയിലൂടെ DYFIയിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ജനിക്കുന്ന, പ്രത്യേകിച്ച് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിരിക്കുമ്പോൾ അദ്ദേഹം ജനിച്ച വാർഡിൽ, അദ്ദേഹം ജനിച്ച ബൂത്തിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ഭൂരിപക്ഷം ഉണ്ടാകേണ്ടത് സ്വാഭാവികമല്ലേ? അതില്ലാതെ വരുമ്പോൾ ചോദിച്ചപ്പോൾ വല്ലാണ്ട് ജ്വലിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ സംഭവം. പിന്നീടാണ് എനിക്ക് ഓർമ്മ വന്നത്, പുതുപ്പള്ളിയിൽ ഇദ്ദേഹം മത്സരിച്ചപ്പോഴും ഇത് പുള്ളിക്കൂടെ ആപ്ലിക്കബിൾ ആണെന്ന് പിന്നീട് അദ്ദേഹത്തിന് തോന്നിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വികാരമുണ്ടായെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഏതായാലും നിൽക്കട്ടെ, അങ്ങനെ ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? ഇനി പറയുന്നത് അദ്ദേഹം പറഞ്ഞു വന്നതാ കോൺഗ്രസിന്റെ വലിയ നേതാക്കന്മാർ അവിടെ നിന്ന് ഇവിടെ മത്സരിച്ചു വിടുന്നു. ശരിയാണ്, കോൺഗ്രസിന്റെ മാത്രമല്ല, മാരാരിക്കുളത്ത് സാക്ഷാൽ VS അച്യുതാനന്ദൻ പരാജയപ്പെട്ടതിന് ശേഷം പോയത് എങ്ങോട്ടേക്കാണ്? മലമ്പുഴയ്ക്കാണ്. അങ്ങനെ പോകാമെന്നേ, പോയിട്ടുണ്ടെന്നേ. CPMന്റെ എത്ര EK നായനാർ പാലക്കാടും അതുപോലെ തന്നെ കണ്ണൂരും മാറി മത്സരിച്ചിട്ടില്ലേ? പാർലമെന്റിലേക്ക് AKG മത്സരിച്ചിട്ടില്ലേ? ആരെല്ലാം എവിടെയെല്ലാം മത്സരിച്ചിട്ടുണ്ട്? മത്സരിക്കുന്നതല്ല പ്രശ്നം. സ്വന്തം നാട്ടിൽ സ്വന്തം ബൂത്തിൽ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നവരെ സംബന്ധിച്ച് അവരുടെ ബൂത്തിലെങ്കിലും ലീഡ് കിട്ടാതിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് LDFന്റെ കോട്ടയായിട്ടുള്ള പഞ്ചായത്തിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ മത്സരിക്കുമ്പോൾ LDFന് ഭൂരിപക്ഷം ലഭിക്കുന്നില്ലെങ്കിൽ അതൊരു പ്രത്യേകതയാണെന്നേ, അത് കൗതുകമുള്ള കാഴ്ചയാണെന്നേ, അത് പറയുമെന്നേ. അത് പറയുമ്പോൾ എന്തിനാ ഇങ്ങനെ വിരളി കൂടുന്നത്? വസ്തുതകൾ പറയുമ്പോൾ എന്തിനാ വിരളി കൂടുന്നത്? ഈ രാജ്യത്തെ പിന്നെ ഇലക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നിയമം അനുസരിച്ച് ആർക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കാം. അങ്ങനെ മത്സരിച്ച് CPMന്റെയും കോൺഗ്രസിന്റെയും BJPയുടെയും ഒക്കെ നേതാക്കന്മാർ മത്സരിക്കാറുണ്ട്. ആരെല്ലാം എവിടെയെല്ലാം മത്സരിക്കുന്നു, അതല്ലല്ലോ പ്രശ്നം. ഞാൻ പറഞ്ഞത് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ ചരിത്രത്തിൽ ആദ്യമായി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബൂത്തിലും അദ്ദേഹത്തിന്റെ പഞ്ചായത്തിലും LDFന് വലിയ സ്വാധീനമുള്ള പഞ്ചായത്തിൽ അദ്ദേഹം പുറകോട്ട് പോകുമ്പോൾ അതൊരു ചോദ്യചിഹ്നമാണ്, അതൊരു ചോദ്യം തന്നെയാണ്. അത് ആവർത്തിക്കുക തന്നെ ചെയ്യും. അതിനി ജയിക്കായാലും, അതിനി സ്വരാജ് ആയാലും, ഞാനായാലും, നാളെ ഷിബു മീനാനായാലും, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ BJPയുടെ പ്രതിനിധി ശിവശങ്കർ ആയാലും ഈ ചോദ്യം ഉയരുക തന്നെ ചെയ്യും. ഇനി അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. മുഴുവൻ സാംസ്കാരിക നായകരെയും ഞാൻ ചോദിക്കുന്നത്, മുഴുവൻ സാംസ്കാരിക നായകന്മാരെയും പ്രശ്നമല്ല. ഇപ്പോൾ ജോയ് തോമസ് എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു ഇതേ സാംസ്കാരിക നായകന്മാരെ കുറിച്ച്. അപ്പോൾ അവരങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ ഈ ആശാ വർക്കർമാരുടെ സമരത്തെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് പോയ പേരുകളുണ്ടല്ലോ, അവരുടെ നിലപാട് എന്തായിരുന്നു? എത്ര പേര് അതിനെ അനുകൂലിച്ചിട്ടുണ്ട്? എത്ര പേർ പ്രതികൂലിച്ചിട്ടുണ്ട്? ഈ സംസ്ഥാനത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്? സർക്കാരിനെതിരായിട്ട് പ്രക്ഷോഭം ഉണ്ടായിട്ടുള്ള ജനകീയ വിഷയങ്ങൾ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ട്? അതിലൊക്കെ ഈ സാംസ്കാരിക നായകന്മാർ പ്രതികരിച്ചിട്ടുണ്ടോ? എന്താ പ്രതികരിക്കാത്തത്? പണ്ടിങ്ങനെ ആയിരുന്നില്ലല്ലോ. അങ്ങനെ പ്രതികരിക്കാതിരിക്കുമ്പോൾ അവർ സർക്കാരിന്റെ കുഴലൂത്തുകാർ എന്ന് തന്നെ അവരെ വിശേഷിപ്പിക്കേണ്ടി വരും. അതിനൊത്തൊരു തർക്കവുമില്ല. അങ്ങനെ വിമർശിക്കുന്നതിന്റെ പേരിൽ എന്റെ തല ചെത്തിക്കളയുമെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല. മനസ്സിലായില്ലേ? വിമർശിക്കേണ്ടവരെ വിമർശിക്കുക തന്നെ വേണം. അവരാരും വിമർശനത്തിന് അതീതരുമല്ല. അതിന്റെ പേരിൽ എന്നെ എന്തെങ്കിലും ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ആവട്ടെ നീ. അപ്പോൾ അതൊന്നും വേണ്ട. ഇവിടെ ഞാൻ പറഞ്ഞത്, എന്നിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഉണ്ടായ പരാജയത്തെ സംബന്ധിച്ച് ആ പരാജയം ഉൾക്കൊള്ളാൻ പോലും തയ്യാറാകാതെ CPMന്റെ അഹങ്കാരത്തിനും ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനും ഒരു കുറവുമില്ല എന്ന് തെളിയിക്കുന്ന പിന്നെ പ്രതികരണങ്ങളല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്? വസ്തുതകൾ എന്താണ്? പരാജയപ്പെട്ടിരിക്കുന്നു. CPM പരാജയപ്പെട്ടു. തുടർച്ചയായി CPM പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രണ്ടാം പിണറായി സർക്കാരിന് ശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം പരാജയപ്പെടുകയോ പുറകോട്ട് പോവുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. CPMന്റെ ഗ്രാഫ് പുറകോട്ടാണ്. അത് പറയുന്നവരെ ചാടിക്കടിക്കാൻ വന്നിട്ട് കാര്യമുണ്ടോ? അപ്പോൾ നമ്മൾ വസ്തുതകൾ പറഞ്ഞു തന്നെ പോകും. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞ നിലമ്പൂരിലെ വിജയത്തിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. ഞങ്ങളെ അംഗീകരിക്കുന്ന, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഞങ്ങളെ അംഗീകരിക്കുന്ന ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികൾക്ക് പോലും സന്തോഷം നൽകുന്ന ഒരു വിജയമാണ്. നിലമ്പൂർ പോലെ ഒരു മണ്ഡലത്തിൽ ഇത്രയും വലിയൊരു വിജയം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. അഭിലാഷേ, മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഡീലിമിറ്റേഷന് ശേഷം ശ്രീ ആര്യാടൻ മുഹമ്മദ് പോലും 7000-ൽ അറൗണ്ട് 7000 വോട്ട്സിന് ജയിച്ചപ്പോൾ ഇപ്പോൾ 11,077 വോട്ടിന് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു തിളക്കമാർന്ന വിജയമാണ്. അതൊരിക്കലും നിഷേധിക്കാനാവില്ല. അവിടെ അപ്പോഴും മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിന് വോട്ട് കൂടിയില്ലെന്ന് ചോദിക്കുന്നത്. 20,000 വോട്ട് പുറത്തു പോയിട്ടുണ്ട്. 20,000 വോട്ട് പുറത്തു പോയത് എവിടെയാണ് പോയിട്ടുള്ളത്? അത് ഇടതുപക്ഷത്തിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഇടതുപക്ഷം 20,000 വോട്ടിന് പുറകോട്ട് പോകുമ്പോഴും കോൺഗ്രസ് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകുന്നില്ല. ഇനി കോൺഗ്രസിന് കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ LDFനെ കുറച്ച് പോയിട്ടുണ്ട്. ഏതായാലും അങ്ങനെ കണക്ക് കൂട്ടിയാൽ പോലും CPMനെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അംഗീകരിക്കേണ്ടതേ. ഞങ്ങൾ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ ഇങ്ങനെ തന്നെ തുടരണം. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഞങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ട്. ഞങ്ങളിപ്പോൾ UDF വളരെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുക, അത് അക്ഷരാർത്ഥത്തിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയും കൃത്യതയാർന്ന പ്രവർത്തനം നടത്തുകയും ബൂത്ത് അടിസ്ഥാനത്തിൽ നോക്കൂ, ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ 7 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള നേതാക്കന്മാർ, അത് ലീഗിൻ്റെ MLA മാരുണ്ട്,
കോൺഗ്രസിൻ്റെ MLA-മാരുണ്ട്, MP-മാരുണ്ട്. ഉദാഹരണം നിലമ്പൂർ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ പുറകിൽ പോകുമെന്ന് പറഞ്ഞതാണ്. ആ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഏകദേശം 4000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഞങ്ങൾ ഭൂരിപക്ഷം. അവിടെയൊക്കെ ഞങ്ങൾ വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വളരെ കൃത്യതയാർന്ന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അവിടെ ശ്രീ VK ശ്രീധരൻ തുടങ്ങി പഴയ MLA-മാരും ലീഗിന്റെയും കോൺഗ്രസിന്റെയും MLA-മാർ ഉൾപ്പെടെയുള്ളവർക്ക് ചുമതലയുണ്ടായിരുന്നു. ഓരോ പഞ്ചായത്തിലും, ഞാൻ ഓരോന്നും എടുത്ത് പറയുന്നില്ല, ഓരോ പഞ്ചായത്തിലും അത്തരത്തിൽ ചുമതല കൊടുത്ത് കൃത്യതയാർന്ന പ്രവർത്തനം നടത്തിയതിന്റെ ബാക്കി പത്രമായിട്ടാണ് ഞങ്ങൾക്ക് വിജയിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ വിജയം എന്ന് പറയുന്നത് ഞങ്ങൾ 2 പേരോടാണ് ശക്തമായി പോരാടിയത്. ഒന്ന് ഇടതുപക്ഷ സർക്കാരിനോട്, ഇടതുപക്ഷത്തോട് CPM-നോട്, മറ്റൊന്ന് ശ്രീ PV അൻവറോട്. തീർച്ചയായിട്ടും ആ 2 കൂട്ടരെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഇത്രയും തിളക്കമാർന്ന വിജയം നേടാൻ കഴിഞ്ഞത് ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഒത്തൊരുമയുടെയും സംഘടനാ മികവിന്റെയും ചിട്ടയായ പ്രവർത്തനത്തിന്റെയും ബാക്കി പത്രമാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. ഇത് ഞങ്ങൾക്ക് ആവർത്തിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അതിന് ഇനി ആരും ചാടിക്കടിച്ചിട്ട് കാര്യവുമില്ല. ഓക്കെ, ഒരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത് ചർച്ചയിലേക്ക് വേണം. പക്ഷേ ഹംസ പറക്കാട്ട് ഇപ്പോൾ വിജയിച്ചു നിൽക്കുന്നത് UDF ആണ്. അപ്പോൾ ആ ബാൻഡ് വാഗണിൽ ചേരുക എന്നുള്ളത് മാത്രമേ നിങ്ങൾ CPM-നെ എതിർത്ത് നിൽക്കുകയാണെങ്കിൽ ചെയ്യാനുള്ളൂ എന്നുള്ളതാണ് വസ്തുതാപരമായ യാഥാർത്ഥ്യം. ഇനി പോയി UDF-നോട് മുട്ടിയാൽ പെരുവഴിയിലാകും എന്നുള്ളതല്ലാതെ വല്ല കാര്യമുണ്ടോ? അപ്പോൾ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിലൊക്കെ ഞാൻ നിലമ്പൂരിലുണ്ടായിരുന്നു. അന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇത്ര കടുംപിടുത്തം പിടിക്കണോ, അൻവറിന് ഇവിടെ വലിയ ക്ലൗട്ടില്ലേ, അൻവർ വിചാരിച്ചാൽ നമ്മളെ തോപ്പിക്കാൻ പറ്റില്ലേ എന്നൊക്കെയായിരുന്നു. അൻവർ വിചാരിച്ചിട്ടും വളരെ കൂളായിട്ട് 11,000 വോട്ടിന്, അതായത് പുതുതായി മണ്ഡലം രൂപീകൃതമായതിനു ശേഷമുള്ള കോൺഗ്രസിന്റെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിന് അവർ ജയിക്കുന്നു. അൻവറല്ല, ആരെതിര് നിന്നാലും അനായാസം ജയിക്കാം, ഇവിടെ അതിന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വിട്ടുവീഴ്ചയൊന്നും വേണ്ട എന്ന് കോൺഗ്രസും UDF-ഉം തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇനി മസിൽ പിടിക്കാതെ ഞങ്ങൾ ഉണ്ട് കേട്ടോ കൂടെ എന്ന് പറയുന്നതല്ലേ ഉചിതം? PV അൻവർ ഉന്നയിച്ച വിഷയമാണ് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുള്ളതെന്ന് നിങ്ങളുടെ മാതൃഭൂമി ചാനലിൻ്റെ അടിയിൽ തന്നെ ഇപ്പോൾ നമുക്ക് വായിച്ചാൽ ബോധ്യപ്പെടും. ADGP അജിത് കുമാറിനെതിരെ അന്വേഷണ റിപ്പോർട്ട് ഗുരുതര വീഴ്ച നടത്തി പൂരം കലക്കി എന്നുള്ളത്. ഈ വിഷയങ്ങളല്ലേ PV അൻവർ നിരന്തരമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വിഷയം ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു ഉദാഹരണ സാധ്യത ഇപ്പോൾ സൂചിപ്പിച്ചു എന്നുള്ളൂ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 6 മാസം മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF നല്ല മുന്നേറ്റം കാഴ്ചവെച്ചു. UDF കാഴ്ചവെച്ചിരുന്നു. എന്നാൽ 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 72 സീറ്റുമായാണ് UDF-ന് അധികാരത്തിൽ വരാൻ സാധിച്ചത്. അതിൽ ബഹുമാനപ്പെട്ട TM ജേക്കബ് ഉൾപ്പെടെ ജയിച്ചത് 44-48 വോട്ടിനാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഗവൺമെൻറ്റിനെതിരെ ശക്തമായ വികാരം, ഈ ഗവൺമെൻറ്റിനെതിരായ പൊതുവികാരം, മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രയാസങ്ങൾ, ഈ ഗവൺമെൻറ് നടത്തുന്ന വർഗീയവൽക്കരണം, ഇതിനെതിരെ എല്ലാം ശക്തമായ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ ജനങ്ങൾ തയ്യാറായി നിൽക്കുമ്പോൾ ഒന്നിച്ച് നിന്ന് പോരാടിയാൽ, PV അൻവറിനെ കൂടി ഈ പാളയത്തിലേക്ക് ഉൾപ്പെടുത്തി ഒന്നിച്ച് നിന്ന് പോരാടിയാൽ ശക്തമായ വിജയത്തോടു കൂടി 2026 UDF-ന് തിരിച്ചു വരാനും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനും സാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവും ഒരു ബോധവും UDF നേതൃത്വവും തയ്യാറായാൽ PV അൻവറും അതിന് തയ്യാറാവും. ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഉച്ചയ്ക്ക് വളരെ ക്ലിയറായ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവുമായി എനിക്കൊരു വ്യക്തിപരമായ ഒരു പ്രശ്നവുമില്ല, പ്രതിപക്ഷ നേതാവുമായി ഒന്നിച്ച് സഹകരിച്ചു പോകുന്നതിന് തയ്യാറാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ആ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തേണ്ടതും UDF നേതൃത്വം. അദ്ദേഹം മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രയാസങ്ങളെ കുറിച്ച് ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിലമ്പൂർ ടൗണിലുള്ള നിങ്ങളുടെ ക്യാമ്പ് ഓഫീസിൽ എത്തിയ അൻവറിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, VD സതീശൻ UDF-ൽ ഉള്ളിടത്തോളം കാലം ഞാൻ UDF-ലില്ല, മരിക്കേണ്ടി വന്നാലും എന്നാണ് പറഞ്ഞ്. 2 ദിവസമോ 3 ദിവസമോ ആയിട്ടുള്ളൂ. അല്ല, അതെല്ലാം ഒരു വ്യക്തിപരമായ ടോക്കല്ലേ. അതൊക്കെ UDF നേതൃത്വത്തെ അംഗീകരിച്ച് തന്നെ പോയാലാണ് UDF-ൽ നേതൃത്വവുമായി സഹകരിച്ച് പോകാൻ കഴിയുള്ളൂ. UDF നേതൃത്വത്തെ പൂർണ്ണമായി അൻവറും ഞങ്ങളുടെ പാർട്ടിയും അംഗീകരിക്കണം. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് അംഗീകരിക്കുമെന്ന് ഇന്ന് PV അൻവർ വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം, ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഇന്നത്തെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്താൽ മതിയല്ലോ. ഇന്ന് അദ്ദേഹം വളരെ ക്ലിയർ കട്ടായി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തായാലും നോ കമന്റ് എന്നുള്ളതാണ് സതീശന്റെ മറുപടി. നോക്കാം എന്തായാലും. ശ്രീ ശിവശങ്കർ, ഇനി കുറച്ച് സമയം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. ഇപ്പോൾ ഇന്ന് റിസൾട്ട് വന്നു. ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് വോട്ട് കുറഞ്ഞു, അല്ലെങ്കിൽ വോട്ടിൽ നാമമാത്രമായ മാറ്റമേ ഉള്ളൂ എന്നുള്ളതല്ല, ചെറിയ വർധനമുണ്ട്, നാമമാത്രമായ വർധനം, അതല്ല ഇവിടുത്തെ വിഷയം. അതിനപ്പുറത്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ BJP അത്ര സജീവമായില്ല, 4ാം സ്ഥാനത്ത് പോയി, പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഇറങ്ങിയില്ല, അല്ലെങ്കിൽ സംഘടനാപരമായ ഒട്ടും സെറ്റല്ല പുതിയ നേതൃത്വം വന്നതിൽ പിന്നെ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ഉപചാല വർത്തമാനങ്ങളും ഉണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി 4-5 മാസമേ ഉള്ളൂ. അപ്പോൾ സംഘടന സെറ്റാണോ അല്ലയോ എന്നത് പരീക്ഷിക്കാനുള്ള ഒരു അവസരമായിരുന്നു നിലമ്പൂർ. അത് ഉപയോഗിക്കാതിരുന്നോ?
ഇല്ല, അതിനെ അങ്ങനെയല്ല കാണേണ്ടത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഞങ്ങൾക്ക് രാഷ്ട്രീയമായി അടിത്തറ തുലവും കുറവാണ്, ഞങ്ങളുടെ വോട്ട് പെർസെൻറ്റേജ് കുറവാണ്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഓരോ ഗ്രാമങ്ങളിലും ഞങ്ങൾ വോട്ട് ചേർക്കുന്നതിൻ്റെയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിശ്ചയിക്കുന്നതിൻ്റെയും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന അടക്കമുള്ള തീരുമാനങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും വളരെ ശക്തിയായി പോകുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മിന്നുന്ന വിജയമുണ്ടാകും. പല കോർപ്പറേഷനുകളിലും പല മുനിസിപ്പാലിറ്റികളിലും ഞങ്ങൾക്ക് ഭരണം ഉണ്ടാകും. ഞാൻ പക്ഷേ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല, മറ്റുള്ള തെളിയിക്കും, കാലങ്ങൾ തെളിയിക്കും. ഏതായാലും വളരുന്ന ഏക രാഷ്ട്രീയ പാർട്ടി BJP തന്നെയാണ് കേരളത്തിലായാലും എന്നുള്ള കാര്യത്തിൽ അഭിലാഷനും തർക്കമുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ 2-3 കാര്യങ്ങൾ പറയാൻ വിശ്വസിക്കുന്നു. ഇവിടെ എപ്പോഴും നിരന്തരം നമ്മുടെ ജയ്ക്ക് പോലും നെഹ്റുവിൻ്റെയൊക്കെ വലിയ ലെഗസി, അദ്ദേഹത്തിൻ്റെയും ലെഗസി പറയുമ്പോൾ അദ്ദേഹം നെഹ്റുവിൽ നിന്നൊക്കെ പഠിക്കണം ശ്രീ ജ്യോതികുമാർ എന്ന് പറയുമ്പോൾ ദയവായിട്ട് എൻ്റെ ആഗ്രഹം ജ്യോതികുമാറൊന്നും നെഹ്റുവിൽ നിന്ന് പഠിക്കരുത് എന്നാണ്. കാരണം ഈ സാഹിത്യകാരന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ നെഹ്റുവിനെ കുറിച്ച് പൊക്കി പറയുന്നുണ്ടെങ്കിലും 12ഓളം പുസ്തകങ്ങൾ അദ്ദേഹം നിരോധിച്ചിട്ടുണ്ട്. അതിൽ ചില പുസ്തകങ്ങളെക്കുറിച്ച് കോൺട്രവേഴ്സി ഉണ്ടാകാം. പക്ഷേ ഹാർമോണിയം വരെ നിരോധിച്ച ആളായിരുന്നു നെഹ്റു എന്നുള്ള ചരിത്രവും കൂടി നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അടുത്ത ലെഗസി, മറ്റൊരു ലെഗസി, മുസ്ലിം ലീഗിൻ്റെ ലെഗസി പറയുമ്പോൾ അദ്ദേഹം വളരെ ചാരുതയോടെ മഹാത്മാഗാന്ധി വധവും BJPയുടെയോ RSSൻ്റെയോ തലയിലേക്ക് വെക്കാൻ നോക്കി. കപൂർ കമ്മീഷനും അതിനുമുമ്പുള്ള പല കമ്മീഷനും അതുപോലെ തന്നെ കോടതി വിധികളിലും ഇതൊന്നും ഇല്ലെങ്കിലും അദ്ദേഹം നേരിട്ട് പറഞ്ഞില്ലെങ്കിലും പൊതിഞ്ഞു പറഞ്ഞുകൊണ്ട് കോടതി വയത്ത് കാണിക്കുക, മറ്റുള്ള രീതിയിൽ അത് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ നിരന്തരം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഗാന്ധിവധത്തിൻ്റെ പിൻമാമ്പുറങ്ങളിൽ എങ്ങും ഞങ്ങളുടെ പേരിലെങ്കിലും 1.5 ബില്യൺ ആളുകളെ കൊന്നതിൻ്റെ ലെഗസി കൂടി ഇന്നീ പറയുന്ന പ്രസ്ഥാനത്തിലുണ്ട്. അതിനുശേഷം നടന്ന പല കലാപങ്ങളിലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കലാപങ്ങളിലെല്ലാം ഈ ലെഗസിയുടെ ചരിത്രം കൂടി ഉണ്ട് എന്ന് നമ്മൾ തീരില്ല. അതാണ് അല്ല, ഗോദ്ര കലാപത്തെ കുറിച്ച് താങ്കൾ മറന്നുപോയോ? ഗുജറാത്തിൽ നടന്ന ഞാൻ പറഞ്ഞത് ലെഗസി അതിലല്ല, ഒറ്റ കാര്യം, നിങ്ങളുടെ കഥ പറയുമ്പോഴും ഗോത്ര കലാപതൊക്കെ ഞങ്ങൾ മണ്ഡലമുണ്ട്. ആ മണ്ഡലത്തിൽ രാമേശ്വരത്ത് നരേന്ദ്രമോദി മത്സരിക്കാൻ അല്ല, ഒരു കാര്യം ഞാൻ പറയാമെന്ന് ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എതിർത്തോളൂ. ഒറ്റ കാര്യം, നിങ്ങളുടെ ലെഗസിയിൽ ഞങ്ങൾക്കല്ല സംശയം, കോൺഗ്രസിനാണ് സംശയം. നിങ്ങളുടെ കൊടി പിടിച്ച് സ്വന്തം പ്രസ്ഥാനത്തിന്റെ ഞങ്ങൾക്കെന്ത് സംശയം? നിങ്ങൾ സ്വന്തം നിങ്ങളുടെ വിശ്വാസമുണ്ടോ? കോൺഗ്രസിനോട് വിശ്വാസമുണ്ടോ? നിങ്ങളുടെ ലെഗസിയിൽ വിശ്വാസമുണ്ടോ? നമുക്ക് സമയം അവസാനിച്ചു. വളരെ നന്ദി 4 പേർക്കും 5 പേർക്കും. സൂപ്പർ പ്രൈം ഡേ അവസാനിക്കുകയാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഒരുപാട് പ്രത്യാഘാതങ്ങൾ, പ്രതിഫലനങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുക തന്നെ ചെയ്യും. അതൊരു ദിശാസൂചകവുമാണ്. സൂപ്പർ പ്രൈം ഡേ അവസാനിക്കുന്നു. നമസ്കാരം.